നമ്മുടെ 53ാമത്തെ ബാച്ചിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ശരിക്കും പറഞ്ഞാൽ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കിതില് ഫസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ മാർക്കറ്റിംഗ് പരിശീലനം എന്താണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളതിനെ കുറിച്ച്? ഇപ്പൊ എല്ലാ ഗ്രൂപ്പിലും മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടോ? സാറ് മീറ്റിംഗില് പറഞ്ഞ കാര്യങ്ങൾ മാത്രല്ലേ അറിയുള്ളൂ, അല്ലാതുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അല്ല, എങ്ങനെയാണ് ഈ നമ്മുടെ ഈ ഒരു പരിശീലനം മുന്നോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഇല്ല, സാറ് പറഞ്ഞേരി. ഈ പേപ്പർ ബാഗിന്റെ ബിസിനസ് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളൊരു പ്ലാൻ, അതും എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടോ? ഇല്ല സർ. എല്ലാവരും ബിസിനസ് ചെയ്യാൻ വന്നിട്ടുള്ള ആളുകളാണ്. ഇതിൽ എത്ര പേര് പഠിക്കട്ടെ, പഠിക്കാൻ വന്നല്ലേ, പഠിക്കട്ടെ. അത് ഓക്കെ. പിന്നെ ഇതിൽ എത്ര പേര് വേറെ സ്ഥലങ്ങളിൽ നമ്മുടെ പേപ്പർ ബാഗ് നിർമ്മാണം പഠിച്ചിട്ടുണ്ട്? നിർമ്മാണം മാത്രം, മാർക്കറ്റിംഗ് പൊതുവെ ഉള്ള സ്ഥലങ്ങളിൽ കൊടുക്കൽ കുറവാണ് പരിശീലനത്തിന്റെ. എന്നിരുന്നാലും ഹലോ, ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ മിണ്ടിയാൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ ഇരിക്കും. ഫസ്റ്റ് ആയിട്ടാണ്, ഇതുവരെ ചെയ്തിട്ടില്ല. എന്തോ വേറെ ചെയ്തിട്ടില്ല? അല്ല, ഞാൻ ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനു മുന്നേ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നമുക്കത് വിഷയമുള്ള കാര്യമല്ല, ചോദിച്ചേ ഉള്ളൂ. അപ്പൊ കുറച്ച് ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി കാര്യങ്ങൾ അത് വെച്ച് നമുക്കത് കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അപ്പോ എന്തോ ഓക്കെ. അപ്പൊ മേഡം നമുക്ക് നമ്മളുടെ കറക്റ്റ് കാര്യങ്ങളിലേക്ക് വരാം. ഫസ്റ്റ് ഇപ്പൊ നമ്മുടെ NRG നെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. അത് കേട്ടോ, ഇതിൽക്ക് വന്നതിന് ശേഷം കേട്ടോ. വേറെ കാര്യമുണ്ട്, ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഞാനിത് ചോദിച്ചുകൊണ്ടേ ഇരിക്കും. ഓക്കെ. അപ്പൊ ഇതില് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതില് ഫസ്റ്റ് ഇപ്പൊ ഞാൻ നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് ഞാൻ പറയാം. NRJ ക്രിയേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 7 പേരടങ്ങുന്ന ഒരു ടീം എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് ഒരു കമ്പനി എന്നുള്ള ലെവലിലോ അതല്ലെങ്കിൽ ഒരു സ്ഥാപനം എന്നുള്ള ലെവലിലോ ഈ നിമിഷം വരെ ഡെവലപ്പ് ആയി വന്നിട്ടില്ല, നമ്മളത് ചെയ്തിട്ടുമില്ല. കാരണം നമ്മൾ NRJ ക്രിയേറ്റീവ്സ് ഒരു സംരംഭം ഇപ്പൊ നമുക്കിപ്പോ പറയാൻ പറ്റുള്ളൂ, ഓൺലൈൻ പ്രസൻസ് ഉള്ള ഒരു സംരംഭം. ഇത് നമ്മൾ ചെയ്തു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായി നമ്മളത് ചെയ്തത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു കുടുംബശ്രീയിലെ ചേച്ചിമാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ടൈം ഈ ഒരു സംരംഭത്തിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. ഫ്രീ ആയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തു വന്നത്. എനിക്ക് തോന്നുന്നു 1000 ചില്ലാൻ ആളുകൾ, 1100 മുകളിൽ വരുന്ന വനിതകൾക്ക് നമ്മൾ സൗജന്യമായിട്ട് നമ്മൾ നമ്മുടെ പരിശീലനം കൊടുത്തിരുന്നു. പിന്നെ അത് എന്തുകൊണ്ട് നമ്മൾ ഫീസ് വെച്ചിട്ടുള്ള ഒരു പരിശീലനത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പരിശീലനം കൊടുക്കുന്ന രീതികൾ അല്ലെങ്കിൽ ഇതിനെ കൃത്യമായ ആളുകൾ ഒരു വില വിവരം ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ പരിശീലന ഫീസുകളെല്ലാം കൊണ്ടുവന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വന്നിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ 99 രൂപ മുതൽ ഫീസുകളിൽ പല ആളുകളും നമ്മൾ ഇതിൽ പഠിച്ചു, 249 പഠിച്ചു, 3500 പഠിച്ചു. പക്ഷെ ഇത് കൃത്യമായിട്ട് പൈസ ആരൊക്കെയാണോ കൂടുതൽ മുടക്കി പഠിച്ചിട്ടുള്ളത് അവർ മാത്രമാണ് ഇതിനെ വളരെ സീരിയസോടുകൂടി ഈ ഒരു സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കാം ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംരംഭം തുടങ്ങാനായിട്ട് അല്ലെങ്കിൽ ഇതൊരു പഠിക്കാനായിട്ട് നിങ്ങൾ മുതൽ മുടക്ക് വന്നിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ 1 രൂപ മുടക്കിയ ആളാണെങ്കിലും ഇത് മുടക്കാതെ പഠിച്ച ഒരാളാണെങ്കിൽ പോലും 3ാമത്തെ മാസം നമ്മൾ 2000 ബാഗുകൾ ചെയ്യിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് ചെയ്യും. അതിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനമായിട്ട്
4000 രൂപ മുതൽ 12,000 രൂപ വരെ ഏതൊരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്കത് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ബാഗ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പോലും നിങ്ങളെ കൊണ്ട് നമ്മളത് ചെയ്യും. ഇതാണ് നമ്മളുടെ പരിശീലനത്തിലൂടെ നമ്മൾ നിങ്ങൾക്ക് നൽകുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പോ അതിലൊന്നാമത്തേത്, നമ്മളിത് എങ്ങനെയാണ് ബിസിനസ് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വന്നിട്ടുള്ള ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖലയാണ്. ഈ കോമ്പറ്റീഷൻ ഉള്ള മേഖലയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ്സിനെ കൊണ്ടുവരാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോ അതില് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്തു തരുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിംഗ് ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറെ മാർക്കറ്റിൽ നിന്ന് ബാഗുകൾ ആവശ്യമുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ കണ്ടെത്തി നിങ്ങളുടെ കൈകളിലോട്ട് എത്തിക്കും. അപ്പൊ നിങ്ങളുടെ ജോലി വരുന്നത് കസ്റ്റമറിനെ വിളിക്കുന്നത് മുതൽ കസ്റ്റമറിന് ബാഗ് കൊടുക്കുന്നത് വരെയുള്ള എല്ലാ പ്രോസസ്സുകളും നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ യൂണിറ്റ് നിങ്ങൾ രൂപീകരിക്കണം. യൂണിറ്റ് രൂപീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു യൂണിറ്റിന് ഒരു പേരുണ്ടാവണം നിങ്ങളുടെ. ഇപ്പൊ ഇതിൽ 12 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഈ 12 പേർക്കും 12 യൂണിറ്റ് എന്നുള്ള പേരിലായിരിക്കും ഇത് അറിയപ്പെടുന്നുണ്ടാവുക. ഇപ്പൊ NRJ ക്രിയേറ്റീവ്സ് എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു യൂണിറ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ഇതേപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഓരോ യൂണിറ്റുകൾ നമുക്ക് ഉണ്ടാവണം. ആ യൂണിറ്റ് ആണ് നമ്മൾ കസ്റ്റമേഴ്സിന്റെ മുന്നിൽ യൂണിറ്റിനെ പ്രസന്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവുക. രണ്ടാമത് നമുക്ക് വേണ്ടത്, ഈ യൂണിറ്റിന് ഒരു സീല് നിർബന്ധമായിട്ടും വേണം. ആ സീലില് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്, അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു സ്ഥാപനമാണ് തുടങ്ങാൻ പോകുന്നത്, ഒരു ബിസിനസ് സംരംഭം തുടങ്ങുക, ആ സംരംഭത്തിന്റെ അതായത് നിങ്ങളുടെ യൂണിറ്റിന്റെ പേര് കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തണം. ഒപ്പം എവിടെയാണ് നമ്മുടെ സ്ഥലം എന്നുള്ളതും നിങ്ങളുടെ കോണ്ടാക്ട് നമ്പറും നമുക്ക് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. മൂന്നാമത് നമുക്ക് ആവശ്യമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവോയ്സ് ആണ്. ഇൻവോയ്സ് എന്ന് വെച്ചാൽ ഒരു ബിൽ ബുക്ക്. ആ ബിൽ ബുക്ക് നമുക്കിപ്പോ പ്രസി കൊടുത്ത് അടുപ്പിക്കണമെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിജിറ്റലി നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഡിജിറ്റലി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒത്തിരി മൊബൈൽ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ആ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യങ്ങൾ. ഇത്രയും പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചോ. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. ബുക്ക് എന്ന് പറഞ്ഞില്ലേ? ക്ലിയർ ആയില്ല മാഡം? ഹലോ സർ, പറഞ്ഞു. ബിൽ ബുക്കിന്റെ കാര്യം സാറ് പറഞ്ഞില്ലേ? സാർ കേൾക്കാണോ? കേക്കാം. പറഞ്ഞു. അത് നമ്മള് മൊബൈൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ? മൊബൈൽ അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? മേഡം, അതായത് എനിക്ക് ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറയാമോ? റേഞ്ച് എന്തോ കട്ടായി പോകുന്നുണ്ട്. മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലാണ്ട് നമുക്ക് സാധാരണ നമ്മൾ ഹലോ സർ, കേൾക്കണ്ടോ? കേക്കാം പറഞ്ഞു. മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലാണ്ട് നമുക്ക് പ്രസ്സുകൾ വഴി ബിൽ ബുക്ക് ചെയ്തുകൂടെ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ചെയ്യാം. പ്രസ് വഴി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാശ് മുടക്ക് വരും. ചുരുങ്ങിയത് 1000 രൂപയെങ്കിലും നിങ്ങൾ ബിൽ ബുക്ക് അടിക്കാനായിട്ട് നിങ്ങൾക്ക് ചെലവ് വരും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കമ്പനികളായിട്ടുള്ള കൊട്ടേഷൻസ് നമ്മൾ എടുക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ അടിച്ചെടുക്കുന്ന ബിൽ ബുക്ക് പോരാ. നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ടെക്നോളജി നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ആയിട്ട് ചെയ്യുന്ന മെത്തേഡുകൾ തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാറ്. കാരണം നമുക്കിപ്പോ പഴയ കാലഘട്ടം അല്ലല്ലോ, ഇപ്പൊ എല്ലാം മാറിയല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ടെക്നോളജി ബേസ് ചെയ്ത് നിങ്ങൾ ഉപയോഗിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിൽ ബുക്കിൽ എഴുതി പിന്നെ അതല്ലെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്ത് കസ്റ്റമർക്ക് മെയിൽ അയക്കേണ്ടി വരും. എല്ലാവരും മെയിൽ അല്ലെങ്കിൽ വാട്സപ്പ് അല്ലേ നമുക്ക് നോക്കുന്നുണ്ടാവുക. അപ്പോൾ വാട്സപ്പിൽ നമ്മൾ എഴുതി തയ്യാറാക്കി ഫോട്ടോ ഒക്കെ എടുത്ത് അയക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു പ്രൊഫഷണൽ ടച്ചിലേക്ക് വരില്ല, ഒരു ലോക്കൽ ഇതായി പോകും. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അതിൽ നിന്ന് മാറണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഡിജിറ്റൽ ഇൻവോയ്സ് ആണ് ഏറ്റവും നല്ലത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് ചെയ്യാം. ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത് സ്ക്രാബാർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ആണ്.
വ്യാപാരമാകുമ്പോൾ ഏതാണ് സർ? കുറച്ച് വ്യാപാരം ലിങ്ക് ഞാൻ വ്യാപാർ. ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. അതെ, അല്ലെങ്കിൽ നിങ്ങൾ നമുക്ക് ജസ്റ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അടിച്ചു നോക്കിയാൽ മതി ഏതാന്നുള്ളത്. ഓക്കെ ഓക്കെ. പിന്നെ നിങ്ങൾക്ക് തൊട്ടു മുന്നുള്ള ബാച്ചിലുള്ളവർക്ക് ഞാൻ വ്യാപാരം ഇട്ടേക്കാം. ഇതൊക്കെ ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ ഇട്ടേക്കാം. പേര് ക്ലിയർ ആയില്ല. വ്യാപാർ. വ്യാപാർ. ഓക്കെ. ഓക്കെ, ഞാൻ ഇട്ടേക്കാം സാർ കേട്ടോ. ഞങ്ങൾക്കത് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പഞ്ചായത്തിൽ പറയണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മേഡം, അതായത് ഇപ്പൊ നിങ്ങൾ പഞ്ചായത്തിലേക്ക് പോയി പറയേണ്ട ആവശ്യമില്ല. ആദ്യം ഞാൻ ഈ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യുക. എന്നിട്ട് വർക്കുകൾ വന്നു തുടങ്ങട്ടെ. വന്നു തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് പഞ്ചായത്ത് ലൈസൻസ് എടുക്കാം. പിന്നെ ഉദ്യം രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ട്. ഇപ്പൊ നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും ലോണോ കാര്യങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 30 രൂപ എടുത്തു കഴിഞ്ഞാൽ അക്ഷയ വഴി നിങ്ങൾക്ക് ഉദ്യം രജിസ്ട്രേഷൻ എടുക്കാം. അങ്ങനെ കുറച്ച് രജിസ്ട്രേഷൻ പ്രൊസീജിയറുകൾ ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. SME രജിസ്ട്രേഷൻ വരുന്നുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അത് കൂടുതലായിട്ടും നമുക്ക് വേണ്ടി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല ലോണോ കാര്യങ്ങളോ നിങ്ങൾ ഇതിനെ ബേസ് ചെയ്തിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അത് മതി. ഞാൻ എപ്പോഴും ലോൺ എടുക്കുന്നതിനെതിരാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം വരുമാനത്തിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലോൺ എടുത്ത് നിങ്ങൾക്ക് ഒരു ബാധ്യത വരുന്നത് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്തോളാം. അതിൽ നമ്മൾ ഒരു ഉത്തരവാദി ആയിരിക്കില്ല ഒരു കാരണവശാലും. അല്ല, ഞാൻ അതല്ല ചോദിച്ചത്. നമ്മളിനി വീട്ടിൽ തുടങ്ങുകയാണെങ്കിൽ ഇനി പഞ്ചായത്തിൽ അറിയിക്കണോന്നിട്ടാ ചോദിച്ചത്. മേഡം, പഞ്ചായത്തിൽ അറിയിക്കണം എന്നുള്ളത് ഇപ്പൊ അറിയിക്കേണ്ടതില്ല. കാരണം ഒരു കുടിൽ വ്യവസായമായിട്ട് നമ്മൾ തുടങ്ങി നിങ്ങൾ ഒരു സ്റ്റേജ് മാറുമല്ലോ. ഇപ്പൊ റെഗുലർ ആയിട്ട് മേഡത്തിന് ഇപ്പൊ ഒരു വർക്ക് വന്ന ഒരു സ്റ്റേജ്, ഇപ്പൊ ഒരു സ്ഥിരമായിട്ട് നമുക്ക് എല്ലാ മാസവും ഒരു 10,000 ബാഗുകൾ ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയിക്കാം. പഞ്ചായത്ത് ലൈസൻസ് എടുക്കുന്നത് നല്ലതാണ്. ക്ലിയർ ക്ലിയർ ആണോ മേഡം? ക്ലിയർ ആയി. ഓക്കെ. പിന്നെ അടുത്തത് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. കാരണം എല്ലാവരും ഇതിൽ സംസാരിക്കും. ഇന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം സംസാരിക്കാൻ നമ്മൾ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. എല്ലാവരും ബിസിനസ്സുകാരാണ്. അപ്പൊ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ നിലവിലിരുന്ന ഒരു രീതിയിൽ ഇരുന്നിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ രജനീകാന്തൊക്കെ വരുന്ന രീതിയിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. മനസ്സിലായി? നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് ആയിട്ടാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. കസ്റ്റമേഴ്സ് ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മിണ്ടാതെ ഒതുങ്ങി പതുങ്ങിയൊക്കെ ഇരിക്കാൻ പോയി കഴിഞ്ഞാൽ ബിസിനസ് ചെയ്തോണ്ട് പോകും. അപ്പൊ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മൾ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ പതുങ്ങിയിരിക്കുന്ന ആളുകളെ ചാർജ് ചെയ്തുകൊണ്ട് അവരൊന്ന് ഉഷാറാക്കി പുലിക്കുട്ടികളാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഉദ്ദേശം. പ്രധാനമായിട്ടും കൂടുതൽ ആളുകളും വീട്ടമ്മമാരായിരിക്കും നമ്മുടെ ഈ ഒരു പരിശീലനത്തിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ ഒരു ബിസിനസ് സംരംഭകയാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രധാന ലക്ഷ്യം. എന്തോ സാർ ഇപ്പോഴാണ് എനിക്ക് കയറാൻ പറ്റിയത് കേട്ടോ. അപ്പൊ അത് ആദ്യം കുഴപ്പമില്ല. പറഞ്ഞ മനസ്സിലായി. ഞാൻ ഇപ്പോഴും അങ്ങോട്ട് അറ്റൻഡ് ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് ആ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒന്നും കൂടെ പറഞ്ഞെങ്കിൽ. മേഡം, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇനി പറയല് നടക്കില്ല. റെക്കോർഡിങ്സ് ഞാൻ ഇട്ടുതരാം. കാരണം 9 മണിയല്ലേ നമ്മൾ ടൈമിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നെ. പറ്റിയില്ല കേട്ടോ, ജോയിൻ ചെയ്യാൻ പറ്റില്ല. നോക്കിയിട്ടൊന്നും പറ്റുന്നില്ലായിരുന്നു. ആണോ? അത് സാരമില്ല. അതിന്റെ റെക്കോർഡിങ്സ് എന്തായാലും ഒന്നും പറഞ്ഞിട്ടില്ല. ആകെ 3 കാര്യങ്ങൾ വെറുതെ പരിചയപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ഇതില് നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡിങ്സ് എന്തായാലും അയച്ചു തരാം. അപ്പൊ അത് വെച്ച് നിങ്ങൾ ഒന്ന് കണ്ടോളൂ കേട്ടോ. കാണാം സാർ. ഓക്കെ സാർ. ഓക്കെ. അപ്പൊ ഇനി ഇതിലെല്ലാവരും കിറ്റ് മേടിച്ച് ചെയ്തിട്ടുള്ള ആളുകളല്ലേ? അതെ അതെ സർ. കിറ്റ് മേടിച്ചിട്ടുണ്ട്. പേപ്പറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? ഇല്ല. ഗ്രൂപ്പിൽ കേട്ട കാര്യങ്ങൾ മാത്രമേ ധാരണയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. ഇല്ല. ഓക്കെ. ഇതിനു മുന്നേ നിങ്ങൾ എല്ലാവരും വേറെ പഠിച്ചിട്ടില്ലല്ലോ അല്ലെ? അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. പഠിച്ചിട്ടില്ല, ആദ്യമായിട്ട്. ഓക്കെ. ഓക്കെ മേഡം. അപ്പൊ ഫസ്റ്റ് നമുക്ക് തുടങ്ങേണ്ട ഒരു, ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും പേനയോ പേപ്പറോ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കാം. അതല്ലെങ്കിൽ നമ്മൾ നോട്ട്സ് എന്തായാലും നമ്മൾ അയക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തു വെക്കാം. ഫസ്റ്റ് നമുക്ക് പേപ്പറിനെ കുറിച്ച് നമ്മൾ പറയാം. എല്ലാത്തിനെ കുറിച്ചും ബേസിക് ഇൻട്രൊഡക്ഷൻ മാത്രമേ നമ്മൾ തരുള്ളൂ. കാരണം ആദ്യമായിട്ട് നമ്മൾ തുടങ്ങുന്നതല്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച മുതലായിരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നുണ്ടാവുക. ഇതില് ഫസ്റ്റ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പറിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിൽ ആദ്യം വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഫസ്റ്റ് ഈ റീസൈക്കിൾഡ് മെറ്റീരിയൽ ആണ് നമ്മുടെ ആദ്യത്തെ പേപ്പറിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അത് വില കൊണ്ടാട്ടോ ഞാൻ പറയുന്നത്. ഏറ്റവും വില കുറഞ്ഞതിൽ ആരംഭിക്കുന്ന പേപ്പറുകൾ റീസൈക്കിൾഡ് മെറ്റീരിയലിന്റെ ആണ്. അത് നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടിയതിൽ ഒരു യെല്ലോ കളറും അതേപോലെ തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള പേപ്പറുകൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഒരു ഗോൾഡൻ യെല്ലോ പോലത്തെ ഒരു കളർ ഉണ്ടാവും. ഇതാണ് റീസൈക്കിൾഡ് മെറ്റീരിയൽ കിട്ടിയിട്ടുള്ള പേപ്പർ. ഈ പേപ്പറിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഭയങ്കര കുറവാണ്. ഇപ്പൊ നമുക്കൊരു ടെക്സ്റ്റൈൽ ബാഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 8 രൂപ 50 പൈസക്ക് പ്രിന്റോട് കൂടി ഈ പേപ്പറുകൾ ഉപയോഗിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് കുറച്ച് കഴിയുമ്പോൾ, അതായത് മഴക്കാലം വരുന്ന സമയത്ത് എന്തെങ്കിലും ഈർപ്പം വന്നാലോ അല്ലെങ്കിൽ കുറച്ച് നാൾ ഒരു 3 മാസത്തിന് മുകളിലേക്ക് ഇത് സൂക്ഷിച്ചു വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് വൈറ്റ് കളറിലുള്ള ഡോട്ടുകൾ വരും. അങ്ങനെ ഒരു പൂപ്പലൊക്കെ പിടിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് പോകും. അതാണ് ഈ റീസൈക്കിൾഡ് മെറ്റീരിയലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ പെട്ടെന്ന് കീറിപ്പോകാനുള്ള സാധ്യതയും ഈ മെറ്റീരിയലിന് കൂടുതലാണ്. ഇതാണ് നമ്മളുടെ റീസൈക്കിൾഡ് ചെയ്തിട്ടുള്ള പേപ്പറുകൾ. പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള സെഗ്മെന്റിലേക്ക് നമ്മൾ പോകുമ്പോൾ നോർമൽ ആയിട്ടുള്ള പ്യുവർ പൾപ്പ് ചെയ്തിട്ടുള്ള പേപ്പറുകളാണ് അടുത്തത് വരുന്നത്. ഇതൊക്കെ ഇന്ത്യൻ നിർമ്മിത പേപ്പറുകൾ തന്നെയാണ്. പ്യുവർ പൾപ്പ് ചെയ്തിട്ടുള്ള പേപ്പറുകൾ എന്ന് പറയുമ്പോൾ അതിൽ 2 ടൈപ്പാണ് കോമൺ ആയിട്ട് പറയുന്നത്. ഒന്ന് LS എന്ന് പറയും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഒരു കോഡാണ്. ഹോൾസെയിൽ ഷോപ്പുകളായിട്ട് നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കോഡാണത്, LS എന്ന് പറഞ്ഞാൽ. LS എന്ന് ഇത്രയേ ഉള്ളൂ, ലൈറ്റ് ഷെയ്ഡ് എന്ന് പറയും. പിന്നെ വരുന്നതാണ് DS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് ഷെയ്ഡ്. ഇപ്പൊ നിങ്ങൾക്ക് ഏഞ്ചലീനയുടെ ഒക്കെ പേപ്പർ നിങ്ങൾ ബാഗ് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് പേപ്പർ, പ്രിന്റഡ് പേപ്പർ എന്തെങ്കിലും? ഹലോ, പറഞ്ഞു കേട്ടില്ല. അതായത് ഐവറി ഷെയ്ഡിലുള്ള ഏതെങ്കിലും കളറിലുള്ള പേപ്പർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ പ്രിന്റഡ് ബാഗിന്റെ ചെയ്യാനായിട്ട്? ഇല്ലല്ലോ. ഏഞ്ചലിയോ അങ്ങനെ എന്തെങ്കിലും? ഒരു വയലറ്റ് കളർ പ്രിന്റ് വരുന്ന ഏതെങ്കിലും പേപ്പർ ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് പ്രിന്റഡ് ബാഗില്? വൈറ്റും ബ്ലൂവും കൂടെ ഉണ്ട്. വൈറ്റ് അല്ല മേഡം, ഒരു ലൈറ്റ്, ഒരു ഐവറി ആയിരിക്കും. പ്യൂർ വൈറ്റ് ആയിരിക്കില്ല, ചന്ദന അല്ല, കളർ. പ്യൂർ വൈറ്റ് അല്ല, ഒരു ക്രീം കളർ പോലെ. അതെ, അത് ഞാൻ ചോദിച്ചത്. അതാണ് ഐവറി കളർ എന്ന് പറയുന്നത് കേട്ടോ. LS എന്ന് അതെ. പറയുന്ന ലൈറ്റ് ഷെയ്ഡ്, അതാണ് അതിന്റെ കോഡ് വരുന്നത്. ഇത് ഹോൾസെയിലുകാരുടെ അടുത്ത് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട കോഡുകളിൽ ഒന്നാണ് LS എന്നുള്ളത്. ആ പേപ്പർ പ്യുവർ പൾപ്പ് ചെയ്ത പേപ്പറാണ്. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഭയങ്കര ഫിനിഷിംഗ് ആയിരിക്കും ആ പേപ്പർ, ഭയങ്കര ഭംഗിയായിരിക്കും. ഇത് കസ്റ്റമേഴ്സിന്, ക്വാളിറ്റി നോക്കുന്ന കസ്റ്റമേഴ്സിനെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ഒരു പേപ്പറാണ് LS എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് DS എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ്. DS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ LSനേക്കാൾ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും, ഒരു റെഡിഷ് കൂടിയിട്ടുള്ള ഒരു പേപ്പർ ആയിരിക്കും DS എന്ന് പറയുന്നത്. ഈ 2 കോഡുകളും നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക അല്ലെങ്കിൽ എഴുതി വെക്കുക. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കാണാപ്പാടെ നിങ്ങൾ പഠിച്ചോളും. പിന്നെ വരുന്നത് LS ഉം DS ഉം. പിന്നെ വരുന്നത് വൈറ്റ് കളറിലുള്ള പേപ്പറാണ്. വൈറ്റ് കളറിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ടോപ്പ് ഓഫ് ദ ഡോണൊക്കെ അല്ലെങ്കിൽ മൈൻ കർവ് അതേപോലുള്ള സാധനങ്ങളുടെ പേപ്പർ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാവും വൈറ്റ് കളർ. അതും ഈ ഒരു പ്യുവർ പൾപ്പിൽ ചെയ്തിട്ടുള്ള പേപ്പറുകളാണ്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഓക്കെ. ഇനി അടുത്ത സെക്ഷനിൽ വരുന്ന ഒരു പേപ്പറുകളുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഹോട്ടലുകൾ, റെസ്റ്റോറന്റ് പോലുള്ള സെക്ഷനുകൾ വരുന്ന സമയത്ത് അവിടെ നമുക്ക് ഈ പറഞ്ഞ LSO DSO പ്യുവർ പൾപ്പോ അങ്ങനത്തെയുള്ള പേപ്പറുകൾ ഒന്നും തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പറുകൾ എന്ന് പറഞ്ഞാൽ പോപ്കോൺ പേപ്പർ എന്ന് പറയും. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പോപ്കോൺ പേപ്പർ, അതായത് ചൂട് വലിച്ചെടുക്കാനും ചൂടുള്ള സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാനും പറ്റിയ പേപ്പറാണ് പോപ്കോൺ പേപ്പർ. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. റെസ്റ്റോറന്റിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള എൻക്വയറി നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോപ്കോൺ പേപ്പർ വെച്ചിട്ട് നിങ്ങൾ ബാഗ് ചെയ്ത് കൊടുക്കാവൂ. പിന്നെ വരുന്നത് നമുക്ക് ഫിഷ് മാർക്കറ്റ് പോലുള്ള പോപ്കോൺ. ആണോ? നമ്മുടെ ചോളം ഇല്ലേ, ചോളം, പോപ്കോൺ. പോപ്കോൺ
പോപ്കോൺ. അപ്പൊ റെസ്റ്റോറന്റ് ബേസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ പോപ്കോൺ പേപ്പർ മാത്രമേ സജസ്റ്റ് ചെയ്യാവൂ അവർക്ക് കേട്ടോ. ബാക്കി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടിനെ വലിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ആ പേപ്പറിനുണ്ട്, അല്ലെങ്കിൽ ചൂടുള്ള ഐറ്റംസ് കൈകാര്യം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആ പേപ്പറിനുണ്ട്. പിന്നെ അടുത്ത വരുന്ന ഒരു സെഗ്മെന്റ് ആണ് നമ്മളുടെ ഫിഷ് മാർക്കറ്റ് ഒക്കെ ഇല്ലേ, അവിടെ ഉപയോഗിക്കുന്ന ഒരു പേപ്പർ ഉണ്ട്. ആ പേപ്പറിന്റെ പേരാണ് ബട്ടർ പേപ്പർ. അതായത് അല്പം ഐസിൽ വരുന്ന ഐറ്റംസ്, ഇപ്പൊ ഐസ്ക്രീം പോലുള്ള ഇത് അല്ലെങ്കിൽ മീനുകൾ, ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു 2 മണിക്കൂറിന് മേലെ നമുക്ക് ബാഗ് കീറി പോകാതെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള പേപ്പറാണ് ബട്ടർ പേപ്പർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓയിലി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ബട്ടർ പേപ്പർ. അപ്പൊ ഇതും നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇത് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വരുന്ന എൻക്വയറിയുടെ വിഭാഗങ്ങൾ ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല. അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ അത് വർക്ക്ഔട്ട് ചെയ്യാം. ക്ലിയർ ആണോ അത്രയും? ഓക്കെ. ഇനി അടുത്തത് വരുന്നത് നിങ്ങൾക്ക് പ്രിന്റഡ് പേപ്പറിൽ തന്നെ ദക്ഷന്റെ പേപ്പർ എന്തെങ്കിലും കിട്ടി, ബാഗ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? 2 പേപ്പർ കൂട്ടി. ഈ ദക്ഷന്റെ ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെർജിൻ ക്രാഫ്റ്റ് എന്ന് പറയും. വെർജിൻ ക്രാഫ്റ്റിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈർപ്പം ഉള്ള സമയങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബാഗാണ് വെർജിൻ ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈർപ്പം പിടിക്കില്ല അതില്. അതിന് പറയുന്ന ഒരു പേരെന്ന് വെച്ചാൽ ടിയർ റെസിസ്റ്റൻസ് ആണ് അതിനെ പറയുന്നത് ഇംഗ്ലീഷില്. ഈർപ്പം പിടിക്കില്ല എന്നുള്ളത് നിങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. വെർജിൻ ക്രാഫ്റ്റ്. അപ്പൊ ഈ പേപ്പറും നമുക്ക് കാലാവസ്ഥ, മഴക്കാലങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന പേപ്പറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെർജിൻ ക്രാഫ്റ്റ് എന്നുള്ളത്. ബാക്കി ഒരു പേപ്പർ അവിടെ കൊടുത്തിട്ട് കാര്യമില്ല അത് ആ സമയത്ത്. കാരണം കസ്റ്റമേഴ്സ് പൊതുവെ ഈ പേപ്പറുകൾ എടുക്കാൻ ഒന്ന് മടിക്കും. പേപ്പർ ബാഗ് തന്നെ എടുക്കാനായിട്ട് മടിക്കുന്ന ഒരു ടൈം പീരീഡ് ആണ് മഴക്കാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ബാഗാണ് ടിയർ റെസിസ്റ്റൻസ് ഉള്ള വെർജിൻ ക്രാഫ്റ്റ് പേപ്പറുകൾ. പിന്നെ നമുക്ക് വരുന്നത് ഇമ്പോർട്ടഡ് ക്രാഫ്റ്റ് പേപ്പറാണ് അടുത്തത് വരുന്നത്. അതായത് ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പേപ്പറുകൾ. ഇത് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോ വെയിറ്റ് കാഴ്ചയിൽ നമ്മൾ വിചാരിക്കും പേപ്പർ പെട്ടെന്ന് കീറി പോകുന്നു വിചാരിക്കും. പക്ഷെ കീറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ അത് കീറാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അത്തരത്തിൽ വരുന്ന ഒരു പേപ്പറുകൾ, ഈ ഇമ്പോർട്ടഡ് ടൈപ്പ് പേപ്പറുകൾ അവൈലബിൾ ആയിരിക്കും നമുക്ക്. അപ്പൊ ഇങ്ങനെ ഇത്രയും വിഭാഗമാണ് നമ്മളുടെ പേപ്പറിനെ കുറിച്ചുള്ള സാധാരണഗതിയിൽ ആളുകൾ ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ ഒരു ഐറ്റവും കൂടി നമുക്ക് വരുന്നുണ്ട്, ഹാൻഡ് മെയ്ഡ് പേപ്പർ എന്ന് പറയും. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഹാൻഡ് മെയ്ഡ് പേപ്പർ? ഹലോ, കേട്ടിട്ടില്ല. അപ്പൊ നിങ്ങളൊന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ വിരളമായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള പേപ്പറാണ് ഹാൻഡ് മെയ്ഡ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പോ ഈ ഹാൻഡ് മെയ്ഡ് പേപ്പർ നമ്മൾ കാണുമ്പോൾ നമ്മൾ ടെക്സ്ചർ പെയിന്റ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ? വീട്ടിലിങ്ങനെ ഒരു ഡിസൈൻ ഒക്കെ ചെയ്തിട്ട് പെയിന്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള അത്തരത്തിലുള്ള ഡിസൈനുകൾ ഈ പേപ്പറിൽ ഉണ്ടാവും. അത് പ്രിന്റ് ഒക്കെ ചെയ്ത ഒരു ഭയങ്കര ഭംഗിയാണ് ഈ ഹാൻഡ് മെയ്ഡ് പേപ്പറുകൾ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് കൈകൊണ്ട് മടക്കല് ഇത് പ്രയാസമുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അല്പം കട്ടി കൂടുതലാണ്. അത് ചില കസ്റ്റമേഴ്സ് മാത്രമേ നമുക്കത് പറയുന്നുണ്ടാവുള്ളൂ. പിന്നെ വരുന്നൊരു വിഭാഗം ഡുപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗമാണ് അടുത്തത് വരുന്നത്. ഡുപ്ലക്സ് ബോർഡ്. അത് ഓൾറെഡി നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പ്രിന്റഡ് പേപ്പറിന്റെ കൂട്ടത്തിൽ അല്പം കട്ടിയുള്ള ടൈപ്പിലുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നു. അതാണ് ഡുപ്ലക്സ് പേപ്പർ എന്ന് പറയുന്നത്. അത് ഒപ്റ്റിക്കൽ ഷോപ്പ് പോലുള്ള സ്ഥലങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന മെറ്റീരിയൽ ആണ്. ഇത്രയാണ് പേപ്പറിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ചോദിച്ചോളൂ, കൃത്യമായിട്ട് ഞാൻ മറുപടി പറയാം. മനസ്സിലായി, കുറച്ചൊക്കെ മനസ്സിലായി. ഇതില് കുറച്ച് മനസ്സിലായിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേപ്പറുകളാണ് നാളെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന്റെ മുന്നിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പഠിച്ചു പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അത് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആ സമയത്ത് ഏത് പേപ്പർ എടുക്കണം എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചുറ്റിപ്പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാൻ അതിൻ്റെതായ വേറെ തിരക്കുകളിലും മറ്റു കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കറക്റ്റ് സമയത്ത് നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ ഇതൊക്കെ അതില്ലാതിരിക്കാനാണ് നോട്ട്സ് ആയിട്ട് സാർ തരില്ല? നോട്ട്സ് ആയിട്ട് തരും എന്ന് പറഞ്ഞില്ലേ? തീർച്ചയായിട്ടും നോട്ട്സ് ആയിട്ട് എന്തായാലും നമ്മളത് ഷെയർ ചെയ്യും. എന്നിരുന്നാൽ പോലും ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോളാം. ഓക്കെ ഓക്കെ. സാർ ഫസ്റ്റ് പറഞ്ഞില്ലേ നോർമൽ പ്യുവർ പൾപ്പർ, അതൊരു പേപ്പറാ? അതെ മേഡം, പ്യുവർ പൾപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ശുദ്ധമായ പാലെന്നൊക്കെ പറയില്ലേ, കലർപ്പില്ലാത്ത, അത്തരത്തിലുള്ള പൾപ്പിൽ നിർമ്മിക്കുന്ന പേപ്പറാണ് പ്യുവർ പൾപ്പ് പേപ്പർ എന്ന് പറയുന്നത്. റീസൈക്കിൾഡ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച പേപ്പർ വീണ്ടും തന്നെ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുന്ന പേപ്പറുകൾ, അതാണ് റീസൈക്കിൾഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അത് കണ്ടാൽ തന്നെ അറിയാം, ഒരു കാർഡ്ബോർഡിന്റെ പോലത്തുള്ള അധികം കട്ടിയില്ലാതെ വരുന്നതല്ല, അധികം കട്ടിയില്ലാതെ. കട്ടി ഉണ്ടാവും. ഇല്ല മേഡം, കട്ടിയുള്ള പേപ്പറും ഉണ്ട്. അത് GSM പേപ്പർ അരച്ച പോലെ തോന്നും നമുക്ക്. അതെ അതെ അതെ, ആ രീതിയിലുണ്ടാവും. നിങ്ങൾ ആ ഗോൾഡൻ യെല്ലോ ബ്രൗൺ കളർ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിലൊരു അരച്ച പോലെയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്നുണ്ടാവും. ഓക്കെ, അപ്പോ ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ഒന്ന്, റീസൈക്കിൾഡ് പേപ്പർ അതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞു. രണ്ടാമത് നമുക്ക് വരുന്നത് പ്യുവർ പൾപ്പിൽ ചെയ്ത പേപ്പർ. മൂന്നാമത് നമുക്ക് വരുന്നത് പ്യുവർ പൾപ്പിൽ തന്നെ നമുക്ക് വൈറ്റ് കളർ പേപ്പറും കൂടി കയറി വരുന്നുണ്ട്. അതിനുശേഷം വരുന്നതാണ് ബട്ടർ പേപ്പർ വരുന്നുണ്ട്. ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ. പിന്നെ പോപ്കോൺ പേപ്പർ വരുന്നുണ്ട്, ഹാൻഡ് മെയ്ഡ് പേപ്പർ വരുന്നുണ്ട്, ഡ്യൂപ്ലെക്സ് ബോർഡ് വരുന്നുണ്ട്. ഇത്രയും വിഭാഗത്തിലുള്ള പേപ്പറുകളാണ് നമുക്ക് വരുന്നത്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുകയും പഠിക്കുകയും ചെയ്യണം. ഓക്കെ. ഹാൻഡ് മെയ്ഡ് പേപ്പർ ഏത് ഭാഗത്തും ചെയ്യുന്നതാ സാറേ? ഹാൻഡ് മെയ്ഡ് പേപ്പർ ക്ലിയർ ആയില്ല മേഡം, ഒന്ന് ഇത്തിരി സൗണ്ടിൽ പറയാമോ? ഈ ഹാൻഡ് മെയ്ഡ് പേപ്പറേ മറ്റേ ഡ്യൂപ്ലെക്സ് പേപ്പർ ഒക്കെ ഈ ഒപ്റ്റിക്കൽ അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യണം. അപ്പൊ ഹാൻഡ് മെയ്ഡ് പേപ്പർ അപ്പൊ ഏത് ഇതിനാണ്? മേഡം, ഹാൻഡ് മെയ്ഡ് പേപ്പർ നമ്മൾ ഒരേ ഒരു ക്ലയന്റിന് മാത്രമേ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ചെയ്തിട്ടുള്ളൂ. അത് ഒരു ടെക്സ്റ്റൈലിന് വേണ്ടിയിട്ടായിരുന്നു. ടെക്സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഖാദി ബോർഡില്ലേ, അവരൊരു സ്പെഷ്യൽ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത്. അല്ലാതെ നമ്മൾ ചെയ്തിട്ടില്ല. അതിന്റെ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി വളരെ കുറവാണ് കേരളത്തില്. നമ്മളന്ന് ഡൽഹിയിൽ നിന്നാണ് അതിന്റെ ഒരു സാമ്പിൾ പോലെ നമ്മളത് കളക്ട് ചെയ്തത്. 1200 ബാഗ് നമ്മളത് ചെയ്തായിരുന്നു. അവർക്കൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു അതിലേക്ക് വേണ്ടിയിട്ട്. അപ്പൊ അത് ഞാൻ ഫോട്ടോ ഉണ്ടോ നോക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അയച്ചു തരാം. പക്ഷെ അത് എന്താ പറയാ, ഇവിടെ കണ്ടാൽ അത് മനസ്സിലാവില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളത് ഇപ്പൊ ഏത് പേപ്പർ ആണെങ്കിലും നമ്മൾ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് അയച്ചാൽ നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഇപ്പൊ കിറ്റ് മേടിച്ച് ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ഇവിടുന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പേപ്പറിനെ കുറിച്ച്. അല്ലാതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പറ്റത്തില്ല. അപ്പോ ഇത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക, ഇത്രയും കാര്യങ്ങൾ കേട്ടോ. ഇനി അടുത്തത് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ GSM എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? GSM വെയിറ്റ് ആണ്. അതായത് GSM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഗ്രാം സ്ക്വയർ മീറ്റർ എന്നാണ്. അതായത് പേപ്പറിന്റെ വെയിറ്റിനെ സൂചിപ്പിക്കുന്നതാണ് GSM എന്ന് പറയുന്നത്. അത് നിങ്ങളൊന്ന് എഴുതി വെച്ചോളൂ. GSM വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വെയിറ്റിനെ സൂചിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോ ഒരു സ്ക്വയർ മീറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് GSM പറയുന്നത്. ഇപ്പോ 100 GSM, 120 GSM ഇതൊക്കെയാണ് പേപ്പർ സാധാരണഗതിയിൽ ആളുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മളുടെ ബാഗിന്റെ ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 100 GSM പേപ്പറിൽ ചെയ്തിട്ടുള്ള ബാഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ GSM എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നീളം 100 സെന്റിമീറ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ നീളം 100 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ, വീതി അതിന്റെ 100 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ. ഇങ്ങനെ വരുന്ന നീളവും വീതിയും ഒരേ അളവ് പോലെ വരുന്ന ഇതിന്റെ അളവാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബെഡ്റൂം, സമചതുരത്തിലുള്ള ബെഡ്റൂം, 10 അടി നീളവും 10 അടി വീതിയുള്ള ബെഡ്റൂം നമ്മൾ കേട്ടിട്ടില്ലേ, 10x10 ബെഡ്റൂം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സ്ക്വയർ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഈ സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ക്വയർ മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്ക്വയർ മീറ്റർ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 100 GSM പേപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 100 ഗ്രാം ആയിരിക്കും ആ പേപ്പറിന്റെ വെയിറ്റ് ഉണ്ടാവുക.
പക്ഷെ നമ്മൾ പേപ്പർ ബാഗിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് വരുന്ന പേപ്പറിന്റെ വെയിറ്റ് കറക്റ്റ് സ്ക്വയറിലായിരിക്കില്ല പേപ്പർ കട്ട് ചെയ്യുന്നുണ്ടാവുക. നീളം കുറവും വീതി കൂടുതലായിരിക്കും. അപ്പോൾ ആ പേപ്പറിന്റെ വെയിറ്റ് എങ്ങനെ കണ്ടെത്തണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ നമ്മളുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മാർക്കറ്റിംഗ് പരിശീലനത്തിന്റെ വീഡിയോയിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ പേപ്പറിന്റെ വെയിറ്റും റേറ്റും എങ്ങനെയാണ് കണ്ടെത്തുന്നതിനെ കുറിച്ചുള്ള വീഡിയോ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കയറി എന്തായാലും ചെക്ക് ചെയ്യണം. ഇപ്പൊ കൊറിയർ ഒക്കെ നിങ്ങൾക്ക് അയക്കുന്ന സമയങ്ങളിൽ പേപ്പറിന്റെ വെയിറ്റ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ ഒരു 500 ബാഗ് വരുവാണെന്നുണ്ടെങ്കിൽ എത്ര കിലോ അത് ഉണ്ടാകും എന്നുള്ളത് കണക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ പേപ്പറിന്റെ വെയിറ്റ് നമുക്ക് അത്യാവശ്യമാണ്. ഈ പേപ്പറിന്റെ വെയിറ്റ് നമുക്ക് കിട്ടിയാൽ മാത്രമേ കൃത്യമായിട്ട് പേപ്പറിന്റെ റേറ്റും കൂടി നമുക്ക് കണക്കാക്കി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പേപ്പറിന്റെ വെയിറ്റും പേപ്പറിന്റെ റേറ്റും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഓൾറെഡി നമ്മൾ പ്രീ റെക്കോർഡഡ് വീഡിയോസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ വരും. അത് ഒഴിവാക്കാനാണ് നമ്മൾ പ്രീ റെക്കോർഡഡ് വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്ന അടുത്ത ഒരു ഫാക്ടറാണ് BF എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? മാം ഫസ്റ്റ് വീഡിയോയില് പറയുന്നുണ്ട്. ഓക്കെ മാഡം, BF എന്ന് പറഞ്ഞാൽ ബേഴ്സ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയും. ബേഴ്സ്റ്റ് ഫാക്ടർ അതായത് പേപ്പറിന്റെ സ്ട്രെങ്ത്, അതാണ് BF എന്ന് പറയുന്നത്. ഇപ്പൊ ചില പേപ്പർ നമ്മൾ കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കീറി പോകുന്ന ടൈപ്പ് ഉണ്ടാവും. ചിലത് ഭയങ്കര പ്രയാസമായിരിക്കും കീറാനായിട്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പറിന്റെ സ്ട്രെങ്ത്തിന് ഒരു മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് ബേഴ്സ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ബേഴ്സ്റ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ പറഞ്ഞതിന്റെ ചുരുക്ക ഫോമാണ്. ഈ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ബാഗിന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത്. അതിൽ ആദ്യത്തെ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് പേപ്പറുകൾ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതും, രണ്ടാമത്തെ എത്ര GSM പേപ്പർ, അതായത് എത്ര വെയിറ്റ് ഉള്ള പേപ്പറുകളാണ് കസ്റ്റമർ നമ്മൾ സജസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതും, എത്ര സ്ട്രെങ്തിലുള്ള പേപ്പറുകളാണ് നമ്മൾ വെക്കേണ്ടതെന്നുള്ളതുമാണ് BF-ന്റെ കാര്യം കൂടി ചേർത്ത് പറയുമ്പോൾ വരുന്നത്. ഈ 3 കാര്യങ്ങളും നമ്മളുടെ പേപ്പർ ബാഗ് നിർമ്മാണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ കാണാതെ പഠിച്ചാലും തെറ്റില്ല. പക്ഷെ ഏത് ഉറക്കത്തിൽ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഇത് പറയാൻ തയ്യാറായിട്ടുണ്ടാവണം. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ പേപ്പറിന്റെ വിലകൾ നിശ്ചയിക്കുന്നത്, നിങ്ങളുടെ ലാഭം നിശ്ചയിക്കുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? ഓക്കെ. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഒരു മടിയും വേണ്ട. പറഞ്ഞു വേണം, ക്ലിയർ ആയില്ല. ഓക്കെ, ഇവിടെ GSM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാം സ്ക്വയർ മീറ്റർ, അതാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. അപ്പൊ അതില് നമുക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പേപ്പറിന്റെ വെയിറ്റിനെ സൂചിപ്പിക്കുന്നതാണ് GSM എന്ന് പറയുന്നത്. ഇപ്പോ ഗ്രാം സ്ക്വയർ മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ സൂചികയാണ്. സൂചിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു വെളിച്ചെണ്ണയുടെ അല്ലെങ്കിൽ പെട്രോളിന്റെ നമ്മൾ എന്താ പറയാ, ലിറ്റർ എന്നല്ലേ പറയാ. പെട്രോളിന്റെ നമ്മൾ അതിന്റെ ഭാരം അളക്കുന്നത് ലിറ്റർ എന്ന് പറഞ്ഞിട്ട് സൂചിക വെച്ചിട്ടാണ്. അതേപോലെ തന്നെ അരിയാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത്, കിലോഗ്രാം ആയിരിക്കും. അതേപോലെ തന്നെ പേപ്പറിന്റെ വെയിറ്റ് അളക്കുന്ന സൂചികയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാം സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത്. ആ മാനദണ്ഡത്തെ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ആവുന്നത്. അപ്പൊ അതെങ്ങനെ കണക്ക് കൂട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 സെന്റിമീറ്റർ നീളവും 100 സെന്റിമീറ്റർ വീതി ഉണ്ടാവും. അപ്പൊ അതൊരു സമചതുരമായിട്ട് നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ കിട്ടുന്ന ഒരു പേപ്പറിന്റെ പേപ്പർ, അതായത് അത് 100 GSM വരുന്ന പേപ്പർ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 100 ഗ്രാം ഉണ്ടാവും ആ ഒരു കഷ്ണം പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ. ക്ലിയർ ആണോ അത്രയും? ഹലോ, ഓക്കെ. പക്ഷെ നമ്മൾ പേപ്പർ ബാഗിലേക്ക് വരുമ്പോൾ ഒരിക്കലും സ്ക്വയർ ആയിരിക്കില്ല ഈ പേപ്പർ കട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതിന് നീളം കുറവും വീതി കൂടുതലായിരിക്കും. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ അപ്പൊ കറക്റ്റ് നമുക്ക് വെയിറ്റ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂത്രവാക്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ഫോർമുല ഉണ്ട്. അത് ശരിക്കും നമ്മൾ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ വെയിറ്റ് കണക്ക് കൂട്ടണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കി പഠിക്കുക. അത് എന്തിനാണ് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലും കൊറിയർ അയച്ചു കൊടുക്കേണ്ട ഒരു സ്റ്റേജ് ഉണ്ടാവും മെറ്റീരിയൽസ്. അപ്പോ അതിന്റെ വെയിറ്റ് കറക്റ്റ് നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതനുസരിച്ചിട്ടാണ് കൊറിയർ ചാർജും കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്.
അപ്പൊ അതിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു വെയിറ്റ് കാൽക്കുലേഷൻ ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വരുന്നത് BF ആണ്. BF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രെങ്ത് ആണ് പേപ്പറിന്റെ. അത് സാധാരണഗതിയിൽ 30 BF ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് പേപ്പറുകളിൽ. 20 തുടങ്ങിയുള്ള BF-കൾ ഉപയോഗിച്ചാലും തെറ്റില്ല. ഇനി ഈ BF എന്നുള്ള ഒരു ഇത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള മെത്തേഡുകൾ ഉണ്ട്. പക്ഷെ അതിലേക്ക് കടന്ന് ചിന്തിച്ചു പോകണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സോറി. കാരണം അത് ഒരുപാട് പഠിക്കാനുണ്ട്. നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അതില് 2 ഓപ്ഷൻ നമുക്കുള്ളൂ. ഒന്നിലെ നമ്മൾ ഹോൾസെയിൽ ഷോപ്പുകാരൻ പറയുന്നത് വിശ്വസിക്കുക. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് റീലിൽ നിന്നാണോ ഈ പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നത്, ആ കട്ട് ചെയ്തെടുക്കുന്ന റീലിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ പേപ്പർ എത്ര BF ആണ്, എത്ര GSM ആണെന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ ഹോൾസെയിലിൽ നിന്നും മേടിക്കാം. ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം മതി. ക്ലിയർ ആയോ? ഇനി അടുത്തത് വരുന്ന ഒരു പ്രിന്റിംഗ് ഒന്നും പഠിക്കുന്നില്ലല്ലോ. ഞാൻ അടുത്തത് പറയാൻ വന്നത് മേഡം അതാണ്, പ്രിന്റിങ്ങിനെ കുറിച്ചാണ്. മേഡം പ്രിന്റിങ്ങിന്റെ കാര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ആണ് പറയുന്നത്. പ്രസ്സിൽ കൊടുത്തിട്ടുള്ള മെഷീൻ പ്രിന്റിംഗ് ആണ് നമ്മൾ പറയുന്നത്. 2 ടൈപ്പ് പ്രിന്റിംഗ് ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന് സ്ക്രീൻ പ്രിന്റിംഗ്, മറ്റൊന്ന് മെഷീൻ പ്രിന്റിംഗ്. ഈ 2 ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്ക്രീൻ പ്രിന്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും നിങ്ങൾ സ്ക്രീൻ പ്രിന്റിംഗ് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സമയ കൂടുതലാണ്, ഒന്ന് മെനക്കേട് ഭയങ്കര കൂടുതലാണ്. ഞങ്ങൾ ആദ്യം സ്ക്രീൻ പ്രിന്റിംഗ് പഠിപ്പിച്ചു കൊടുത്തിരുന്നതാണ്, പക്ഷെ അത് നിർത്തിയതാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ പ്രിന്റ് ഇപ്പൊ നിങ്ങൾ ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ ഒരു 500 പേപ്പർ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നാലായിരിക്കും പക്ഷെ ഒരു 500 ബാഗ് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യുന്നുണ്ടാവുക. അതിൽ തന്നെ കുറെ വേസ്റ്റേജ് പോകും. പ്രിന്റിങ്ങിന്റെ കോസ്റ്റ് നമ്മൾ കണക്കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ മഷിയുടെ ചാർജും നിങ്ങളുടെ കൂലി ഉൾപ്പെടെ നോക്കിക്കഴിഞ്ഞാൽ 4 രൂപയെങ്കിലും 2 വശം പ്രിന്റ് ചെയ്യുന്നതിന് ചെലവ് വരും. അല്ലെങ്കിൽ അത്രയും കിട്ടിയാൽ അത് മുതലാവുള്ളൂ. നേരെ ഇപ്പുറത്ത് നമുക്കൊരു 2 രൂപ ചെലവില് നമുക്ക് 4 സൈഡും പ്രിന്റ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ സ്ക്രീൻ പ്രിന്റിങ്ങിന്റെ പുറകെ പോകുന്നത്? അത് മാത്രമല്ല ഫിനിഷിങ് പക്ക പെർഫെക്ഷൻ ആയിരിക്കും ഓഫ്സെറ്റ്. ഏത് ഡിസൈൻ വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് സ്ക്രീൻ പ്രിന്റിങ്ങിനേക്കാൾ ഉപരി ഓഫ്സെറ്റ് പ്രിന്റിംഗ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഓഫ്സെറ്റ് പ്രിന്റിങ്ങിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വരുമ്പോൾ ഓഫ്സെറ്റ്, അതായത് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. മെഷീൻ പ്രിന്റ്, മെഷീനിൽ കൊടുത്ത് നമ്മൾ പ്രിന്റ് ചെയ്യില്ല, തൊട്ടടുത്തുള്ള പ്രസ്സിലേക്ക് കൊടുത്ത് മെത്തേഡ് നോട്ടീസ് ഒക്കെ അടിക്കുന്ന പോലെ. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതില് ഇപ്പൊ ഒരു കസ്റ്റമർ ഇപ്പോ പ്രിന്റിങ്ങിന്റെ കാര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ സ്റ്റുഡൻസിന് ഭൂരിഭാഗം ആളുകൾക്കും നമ്മൾ ഇവിടെ നിന്നും പ്രിന്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് അയച്ചു തരാറ്. ഇപ്പൊ നിങ്ങൾക്ക് പ്രിന്റഡ് ബാഗ് നിങ്ങൾ ചെയ്ത് പഠിച്ചില്ലേ, അതേപോലെ തന്നെയാണ് മെറ്റീരിയൽ നിങ്ങൾക്ക് പേപ്പർ ഏത് ബാഗാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സൈസിൽ കട്ട് ചെയ്ത് പ്രിന്റ് ചെയ്തിട്ട് മെറ്റീരിയൽ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ തൊട്ടടുത്തു നിന്നാണ് മെറ്റീരിയൽ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രസ് ഉണ്ടെങ്കിൽ ആ പ്രസ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിന്റ് ചെയ്യിക്കാം. ഏതാണോ നിങ്ങൾക്ക് ലാഭകരമായിട്ട് തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അതറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഓക്കെ. അല്ല മേഡം, ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ അടുത്തുനിന്ന് പ്രിന്റ് ചെയ്തെടുക്കണമെന്നോ അങ്ങനൊന്നും നമുക്ക് ഒരു നിർബന്ധവുമില്ല. നിങ്ങളുടെ ലാഭം അവിടുന്ന് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യസമയത്ത് ഇവിടെ എത്തുമോ സർ? മേഡം എത്തുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിറ്റ് ഇതും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഇത് വർക്ക് ഓർഡറുകളാണ്. വർക്ക് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് അർജൻസി ഉള്ള ഇതാണ് വരുന്നത്. അപ്പോ നമ്മൾ DTDC വഴിയല്ല നമ്മളുടെ ഈ ഓർഡറുകൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടാവുക. ഓർഡർ അല്ല, ഈ മെറ്റീരിയൽസ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ആലപ്പി പാഴ്സൽ സർവീസ് എന്നുള്ള ഒരു സ്ഥാപനമാണ്. ഒരു പാഴ്സൽ സർവീസിന്റെ അത് വഴിയാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ആലപ്പി പാഴ്സൽ സർവീസിന്റെ ഓഫീസുകൾ ഒന്ന് ചെക്ക് ചെയ്യണം. അതിന്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം. നിങ്ങളുടെ അടുത്തുള്ള പിൻകോഡുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതാണ് അടുത്തത് വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽസ് ഇപ്പൊ ചില ആളുകൾക്ക് ഇപ്പോ ഒരു 100 രൂപ പെട്രോൾ അടിച്ച് പോകുന്ന ആളുകൾക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അതിന് മുകളിലോട്ട്, അതായത് ഒരു 25 കിലോമീറ്ററിന് താഴെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഒരു ബൈക്കിനോ സ്കൂട്ടറിനോ പോയി നിങ്ങൾക്ക് മെറ്റീരിയൽ കളക്ട് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് അതിന് മുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ചെലവ് വരും. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ നോക്കേണ്ടി വരും.
മെറ്റീരിയൽസിന് വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ ആലപ്പി പാഴ്സൽ സർവീസ് നമ്മൾ സജസ്റ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാഴ്സലിന് വേണ്ടി വരുന്ന ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോയ്ക്ക് 5 രൂപയാണ് ആലപ്പി പാഴ്സൽ സർവീസ് ചാർജ് ചെയ്യുന്നത്. DTDC പോലുള്ള സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കിലോന് 40 രൂപ വരും. പോസ്റ്റ് ഓഫീസ് ആണെങ്കിലും ഏറെക്കുറെ സെയിം ആണ്. ഒരു 500 ബാഗ് പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് അയച്ചു കൊടുക്കാൻ വരുന്ന ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 700 രൂപ നിങ്ങൾക്ക് ചെലവ് വരും. നേരെ മറിച്ച് DTDC ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ചെലവ് 200 രൂപ താഴെ വരുള്ളൂ. സോറി, DTDC അല്ല, ആലപ്പി പാഴ്സൽ സർവീസ് ആണെങ്കിൽ. ഇതാണ് അതിന്റെ വ്യത്യാസം വരുന്നത് കേട്ടോ. അപ്പൊ അത് നമുക്ക് വഴിയെ പഠിക്കാം അതിനെ കുറിച്ച്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ളത്. പിന്നെ അതിൽ വരുന്ന അടുത്ത സ്റ്റെപ്പ് നമ്മൾ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വേണമെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. അതില് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിന്റെ വില എങ്ങനെ നിർണ്ണയിക്കണം, എത്ര രൂപ ലാഭം നിങ്ങൾക്ക് വേണം. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രീ റെക്കോർഡ് വീഡിയോസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. അത് ഓൾറെഡി നമ്മുടെ മാർക്കറ്റിംഗ് പരിശീലന വീഡിയോസ് നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് വെറുതെ കണ്ടുകൊണ്ട് കാര്യമില്ല, നിങ്ങളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. കാരണം കുറച്ച് കണക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മളത് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ വരുന്നത് യഥാർത്ഥ കസ്റ്റമേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് കസ്റ്റമറിനെ എങ്ങനെ വിളിച്ച് സംസാരിക്കാൻ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് വരിക. ഇപ്പോ നമുക്കൊരു വർക്ക് ഓർഡറുകൾ വന്നു. ആ വർക്ക് ഓർഡറുകൾ വന്നു കഴിഞ്ഞാൽ ആ വർക്ക് ഓർഡറുകളിൽ ആദ്യം കസ്റ്റമറോട് നമ്മൾ എന്ത് സംസാരിക്കണം നിങ്ങൾക്ക് അറിയില്ലല്ലോ. കസ്റ്റമർ എന്ത് നിങ്ങളോട് ചോദിക്കും ഇത് നിങ്ങൾക്ക് അറിയില്ല. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ ഇതിൽ വരുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ കസ്റ്റമർ നിങ്ങളോട് കുറെ കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഉത്തരം അറിയാൻ പറ്റില്ല. ചിലപ്പോൾ കസ്റ്റമേഴ്സ് നോ പറഞ്ഞ് നിങ്ങളെടുത്ത് പോകും. അതൊക്കെ കേട്ടോട്ടെ എന്നല്ല, അത് കേൾക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് പോകുന്നത് ഇത്തരത്തിൽ നമുക്ക് കിട്ടുന്ന എൻക്വയറീസിനെ എങ്ങനെ നമ്മളുടെ കൈകളിലോട്ട് അടുപ്പിക്കാം എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ പഠിക്കുക. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഫിഷിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ആ ഒരു ടെക്നിക്ക് നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നമ്മളത് പറഞ്ഞു തരും. ആ ഫിഷിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റേറ്റ് കാൽക്കുലേഷൻ നടത്തേണ്ടത്. മൂന്നാമത് വരുന്ന ടെക്നിക്കാണ് സജഷൻ ടെക്നിക്ക് എന്ന് പറയും. സജഷൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ലാഭം എടുത്തുകൊണ്ട് എത്ര വലിയ കോമ്പറ്റീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ലാഭം എടുത്തുകൊണ്ട് നമുക്ക് ബാഗുകൾ വിൽക്കാൻ പറ്റുന്ന ടെക്നിക്ക്. ഇതാണ് സജഷൻ ടെക്നിക്ക് നമ്മൾ പഠിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു ചിട്ടയോടുകൂടി നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ വരുമാനം വളരെ വലിയ രീതിയിലേക്ക് ഉയർത്തിയെടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ എവിടെയാണ് സ്റ്റേജ് അല്ലെങ്കിൽ ഇപ്പൊ എവിടെയാണ് നിങ്ങളുടെ പൊസിഷൻ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇപ്പൊ മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണ ഉണ്ടോന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനോട് സംസാരിക്കാൻ അറിയോന്ന് ചോദിച്ചാൽ അത് എനിക്കറിയത്തില്ല. പക്ഷെ നാളെ നിങ്ങൾ എല്ലാവരും കസ്റ്റമേഴ്സിനോട് സംസാരിക്കും. മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയുണ്ടോ? ഈ കാര്യങ്ങളെല്ലാം വരുന്ന 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും. അതാണ് നമ്മുടെ പരിശീലനത്തിന്റെ പ്രത്യേകത. കാരണം സംസാരിക്കാൻ അറിയാത്ത ആളുകളോട് സംസാരിക്കാൻ മടിയുള്ള വീട്ടമ്മമാർ ഒരുപാട് പേര് ഞങ്ങളുടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും മാറ്റങ്ങൾ വരുത്താൻ നമ്മുടെ ഈ ഒരു പരിശീലനം ഉപകാരത്തിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനും കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ. അപ്പൊ ഇതില് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള പേപ്പർ ബാഗിനെ കുറിച്ചുള്ള ഒരു നിരീക്ഷണമാണ് ഈ വരുന്ന ആഴ്ചയിൽ നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ അത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ബിൽ ബുക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ യൂണിറ്റിന് പേര് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ, പിന്നെ സീലിന്റെ കാര്യം, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാനും നിങ്ങൾക്ക് ഈ ഒരാഴ്ച ഉപയോഗിക്കാം. പിന്നെ നിരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഷോപ്പിൽ പോകുന്നുണ്ടാവാം, ചിലപ്പോൾ നിങ്ങളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ പോകുന്നുണ്ടാവും. ആരെങ്കിലും പേപ്പർ ബാഗ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ പേപ്പർ ബാഗിനെ കുറിച്ച് പഠിക്കണം. അതിന്റെ സാമ്പിൾസ് നമ്മളൊന്ന് കളക്ട് ചെയ്ത് വെക്കണം. അത് നിങ്ങൾക്ക് ആവശ്യം വരും. പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ ഡയറക്റ്റ് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ആ കടക്കാരുടെ അടുത്ത് വെറുതെ ചോദിക്കാം, സർ എത്ര രൂപയ്ക്കാണ് നമുക്ക് ബാഗുകൾ എടുക്കുന്നത്, വെറുതെ ഒന്ന് അറിയാൻ വേണ്ടി ചോദിക്കാം. ഇത് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു നിരീക്ഷണം നടത്തുന്നതാണ്. നിങ്ങൾക്കറിയാലോ എല്ലായിടത്തും എല്ലാ ബിസിനസ്സിലും ഒരു മാർക്കറ്റ് സർവേ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നിങ്ങൾ ഇവിടെ ചെയ്യണം.
അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത്. ചുറ്റുപാട് നടക്കുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിന് എത്രത്തോളം സാധ്യതകളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒരു കാര്യം ഞാൻ ഉറപ്പുതരാം, സാധ്യതകൾ അനന്തമായിട്ടുള്ള സാധ്യതകളാണുള്ളത്. ഏത് ഷോപ്പ് എടുത്തു കഴിഞ്ഞാലും 10 ഷോപ്പ് എടുത്തു കഴിഞ്ഞാൽ 10 ഷോപ്പിലും പേപ്പർ ബാഗ് ഉണ്ട്. അപ്പൊ ഇത് എങ്ങനെ ആ 10 ഷോപ്പിലുള്ള പേപ്പർ ബാഗും നമ്മളുടെ പേപ്പർ ബാഗ് ആക്കി മാറ്റണം എന്നുള്ളതാണ് പിന്നീട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തെടുക്കേണ്ടത്. അതിന് നമ്മൾ ബിസിനസ്സുകാരെ പോലെ ചിന്തിക്കുകയും ബിസിനസ്സുകാർ ചെയ്യുന്നതിനനുസരിച്ച് പോലെ തന്നെ നമ്മൾ പ്രവർത്തിക്കുകയും വേണം. നിലവിൽ അതെനിക്ക് അറിയില്ല എന്നുള്ളത് പൊക്കോട്ടെ, മാറ്റി വെച്ചോളൂ. ഇന്നു മുതൽ നിങ്ങൾ ഒരു സംരംഭകയായിട്ടാണ് മാറാനായിട്ട് പോകുന്നത്. അതിനുള്ള തയ്യാറെടുപ്പ് മനസ്സുകൊണ്ടും നിങ്ങൾ ഒരുങ്ങി നിൽക്കണം. എങ്കിൽ മാത്രമേ നമുക്ക്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ വരുന്ന ചേഞ്ചുകൾ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ ഒരു സംരംഭത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ വരും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫസ്റ്റ് വർക്കൗട്ടുകൾ നിങ്ങളുടെ കയ്യിലോട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് തടസ്സങ്ങളായിരിക്കും. ആ തടസ്സങ്ങളെ ഓരോന്നായിട്ട് നമ്മൾ കൈപിടിച്ച് നിങ്ങളെ ഉയർത്തിക്കൊണ്ടു പോകും. കാരണം ചില ആളുകളൊക്കെ ഈ കൂട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മടുത്തു പോയി, ഞാൻ ചെയ്തിട്ട് ശരിയാവണമെന്നില്ല എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ വർക്കൗട്ടുകൾ ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബറിൽ നമ്മളോടൊപ്പം ഈ മാർക്കറ്റിംഗ് പരിശീലനത്തിൽ ജോയിൻ ചെയ്ത ഒരു മേഡം ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർക്കൗട്ടുകൾ പോലും ആൾക്ക് ശരിയായിട്ടുണ്ടായില്ല. ഈ കഴിഞ്ഞ ആഴ്ച ഞങ്ങളൊരു വർക്കൗട്ടറിന്റെ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള. ഫാർമസി എന്നാണ് സ്ഥാപനത്തിന്റെ പേര്, ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. 5000 ബാഗിന്റെ വർക്കൗട്ടുകളാണ് ആ കമ്പനിക്ക് വേണ്ടിയിരുന്നത്. ആ മേഡത്തിന് 1000 ബാഗിന്റെ സാമ്പിൾ ഓർഡറിന്റെ വർക്കൗട്ടുകൾ റെഡിയായി. പല ആളുകളും കൊട്ടേഷൻ കൊടുത്തിരുന്നു, പക്ഷെ പുള്ളിക്കാരത്തിന്റെ കൊട്ടേഷൻ ആണ് ആ കമ്പനി സ്വീകരിച്ചത്. സാമ്പിളിന് വേണ്ടിയിട്ടുള്ള 1000 ബാഗിന്റെ ഓർഡർ കിട്ടിയിരിക്കുക. ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ആൾക്ക് കിട്ടുമെന്നുള്ളത്. കാരണം ഇതുവരെ ഒരു കസ്റ്റമറോട് വൃത്തിയായിട്ട് സംസാരിക്കാൻ അറിയില്ല. എങ്ങനെ സംസാരിക്കുന്നത് എത്രത്തോളം നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും അവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്തോ ദൈവനിശ്ചയം എന്നുള്ള രീതിയിൽ തന്നെ ഇത്രയും നാളുകൾക്ക് ശേഷം ഒരു വർക്ക് ഓർഡറുകൾ ആ മേഡത്തിന് കിട്ടി. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും അതിനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഓരോ സെക്കൻഡിലും നിങ്ങൾ മുന്നോട്ട് വളർന്നുകൊണ്ടിരിക്കണം. ഈ സംരംഭത്തെ കുറിച്ച് പഠിക്കണം. ആ ഒരു അറിവാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്തെങ്കിലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. അതാത് ദിവസങ്ങളിലെ സംശയങ്ങൾ അതാത് രീതിയിൽ തന്നെ ക്ലിയർ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. സാർ, നിരീക്ഷിക്കാൻ പറഞ്ഞത് അതൊരു പേപ്പർ ബാഗ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് പോയി നമ്മള് ഒന്നുമല്ല, ഒരിക്കലും വേണ്ട. പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ പോകുന്ന സ്ഥലത്ത് നമ്മൾ പോകാൻ ഒരിക്കലും പറയില്ല. നമുക്ക് വേണ്ടത് നിർമ്മിക്കലല്ല, നിർമ്മാണം നിങ്ങൾ പഠിച്ച ആളുകളാണ്. നമുക്ക് അറിയേണ്ടത് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് അറിയണമെങ്കിൽ മാർക്കറ്റിലേക്ക് നോക്കിയാലേ മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഷോപ്പിലേക്ക് പോയി ബാഗിനെ കുറിച്ച് അതിനുവേണ്ടി സമയം മെനക്കെടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ എങ്ങാനും നിങ്ങൾ ടൗണിലേക്കോ ഒക്കെ പോകുന്ന സമയത്ത് ഒന്ന് നോക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. മനസ്സിലായോ? ആ കാര്യങ്ങളെല്ലാം പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ സാമ്പിളുകൾ ഒന്ന് കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അതൊക്കെ നമുക്ക് ഉപകാരത്തിൽ വരും. ഷോപ്പിൽ നിന്നോ സാമ്പിളുകൾ? അതെ, കിട്ടും. ആ ഷോപ്പിൽ നിന്ന് കിട്ടും. അങ്ങനെ കിട്ടുമോ? പിന്നെന്തേ, എത്രയോ ആളുകളെ കൊണ്ട് നമ്മൾ എടുത്തിരിക്കുന്നു. ഞങ്ങളുടെ ഇവിടെ സാമ്പിൾ എന്ന് ഉദ്ദേശിച്ചാൽ എന്താണ് അവരോട് ചോദിക്കേണ്ടത്? ക്ലിയർ ആയില്ല മാഡം? നമ്മളെന്താ അവരോട് ചോദിക്കേണ്ടത്? ഓൾക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത് എന്നാണോ? മാഡം അവരുടെ അടുത്ത് ആദ്യം പറയേണ്ടത്, സാർ ഞങ്ങളിങ്ങനെ ഒരു പേപ്പർ ബാഗിന്റെ ഒരു സംരംഭം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ സാറിന് ഈ ബാഗുകൾ എങ്ങനെ എത്ര രൂപയ്ക്കാണ് കിട്ടുന്നതെന്ന് ആദ്യം ചോദിക്കാം. ചോദ്യം അതാണ്. ഞാൻ ഇന്നലെ ഒരു ഷോപ്പിൽ നിന്ന് ചോദിച്ചിരുന്നു. അപ്പൊ അവര് പറഞ്ഞ ഓൾക്ക് എങ്ങനെയെന്ന് അറിയില്ല, അത് ഒരു ബ്രാഞ്ച് ഇറക്കി കൊടുക്കുന്നതാണെന്നാ പറഞ്ഞത്, സെന്റർ. അപ്പൊ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു നിങ്ങൾ ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പഠിക്കണതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി പഠിക്കണം എന്നുള്ളതല്ല, നിങ്ങൾക്ക് നിർമ്മാണം അറിയാവുന്ന ആളുകളല്ലേ മാഡം? ധൈര്യമായിട്ട് പറഞ്ഞു, ഞാൻ ചെയ്യുന്നുണ്ടെന്ന് തന്നെ പറഞ്ഞോളൂ. ഇല്ലേ, ഒരു ബാഗ് കിട്ടിയാൽ ചെയ്യില്ലേ നിങ്ങള്? ചെയ്യും, നമ്മളിപ്പോ പരിശീലനത്തിന് ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. അല്ല, നിർമ്മിക്കാൻ ഇനി അറിയില്ല എന്ന് പറയരുത്. നിർമ്മിക്കാനല്ല, ഞാനിങ്ങനെ നമുക്കിത് എങ്ങനെ ചെയ്യേണ്ടത്, ഓലോട് എങ്ങനെ പറയേണ്ടത് നമ്മൾ പഠിക്കില്ലല്ലോ, എന്നല്ലേ കേൾക്കുന്നത്. അത് നമ്മൾ പഠിപ്പിച്ചു തരും.
അതിൽ ഇത്രയും ചോദിച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ കസ്റ്റമേഴ്സ് തന്നെ നമ്മളെ പഠിപ്പിക്കും ഓരോ കാര്യങ്ങളും. കാരണം 10 കസ്റ്റമേഴ്സിനെ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 രീതിയിലാണ്. ഓരോ ചോദ്യം നമ്മൾ 10 രീതിയിലേ ചോദിക്കുള്ളൂ. അതിൽ ഏറ്റവും രസകരം തൃശ്ശൂരുകാരായിട്ടുള്ള ആരെങ്കിലും ഈ ഗ്രൂപ്പിലുണ്ടോ? തൃശ്ശൂർ ജില്ല. ഹലോ ഹലോ പോയ എല്ലാവരും? ആരുമില്ല തൃശ്ശൂർക്കാര്? തൃശ്ശൂർ ജില്ലയിലുള്ള ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഗ്രൂപ്പില്? ഓക്കെ. എന്താണെന്ന് വെച്ചാല് തൃശ്ശൂർ ജില്ലയുടെ ഞാൻ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ വില പേശുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തൃശ്ശൂർ മാർക്കറ്റാണ്. അപ്പൊ അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റോട് കൂടി ബാഗുകൾ വിൽക്കാനും പറ്റുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യം കൂടി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചത്, തൃശ്ശൂർ ജില്ലയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. കാരണം നിങ്ങൾ ഓരോരുത്തരും ഓരോ യൂണിറ്റുകളാണ്. 12 പേരുണ്ടെന്നുണ്ടെങ്കിൽ 12 പേരും ഓരോ യൂണിറ്റുകളാണ്. അപ്പൊ ഈ 12 പേരുടെ സംശയങ്ങളും 12 രീതിയിലായിരിക്കും. 12 പേർക്കും 12 തരത്തിലുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അവരോട് കാര്യങ്ങൾ സംസാരിക്കാനും കൃത്യമായിട്ട് ഓരോന്നും സംസാരിച്ച് ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ചെയ്തിട്ട് പോകണം. സാർ നേരത്തെ പറഞ്ഞ ബില്ല് പിന്നെ പേരൊക്കെ നിർദ്ദേശിക്കാതെ എന്തുവാ മനസ്സിലായില്ല. ഇവിടെ അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കടയിൽ നിന്ന് ഒരു ഐറ്റം മേടിക്കുമ്പോൾ നമുക്ക് ബില്ല് കിട്ടാറില്ലേ? തീർച്ചയായിട്ടും. കസ്റ്റമർക്ക് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടണമെങ്കിൽ ബില്ല് കൊടുക്കണ്ടേ? ബില്ല് കൊടുക്കുകയും വേണം. അത് മാത്രമല്ല നമുക്ക് ഫസ്റ്റ് ഇവർക്ക് നമ്മൾ കൊട്ടേഷൻ കൊടുക്കണം. ഫസ്റ്റ് കൊടുക്കുന്ന നമ്മൾ കൊട്ടേഷനാ. ഈ കൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മളുടെ ഒരു എത്ര പ്രൈസ് വരും എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ബില്ലിന്റെ ഫോർമാറ്റിൽ തന്നെ കൊടുത്താൽ മതി. ഇപ്പൊ അക്കൗണ്ട്സിന്റെ ഭാഷ പറഞ്ഞാൽ പെർഫോമ ഇൻവോയ്സ് എന്ന് പറയും. അത്രയൊന്നും നിങ്ങൾ ഇപ്പൊ പഠിക്കേണ്ടതില്ല. ഒരു കൊട്ടേഷൻ ഉള്ളത് മനസ്സിലാക്കിയിരുന്നാൽ മതി. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഈ ബില്ലിന്റെ കാര്യം പറയുന്നത്. ഇപ്പൊ മൊബൈൽ ആപ്ലിക്കേഷൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇവർക്ക് മെസ്സേജ് അയക്കുന്ന പോലെ ഉള്ളൂ. പേര് നിർദ്ദേശിക്കണം എന്നൊക്കെ പറഞ്ഞു. മേഡം പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ മേഡത്തിന്റെ സ്ഥാപനത്തിന് ഒരു പേര് വേണ്ടേ? ഇനി നിങ്ങൾ അറിയപ്പെടാൻ പോകുന്നത് ആ യൂണിറ്റിന്റെ പേരിലായിരിക്കും. ഇപ്പൊ നമ്മൾ വർക്ക് ഓർഡറുകൾ നിങ്ങൾക്ക് അസൈൻ ചെയ്യുന്നതും ആ യൂണിറ്റിനായിരിക്കുള്ളൂ. ഒരു വ്യക്തി ഇവിടെ ഉണ്ടാവില്ല. ഇനി മനസ്സിലായി? സ്ഥാപനമായിരിക്കും നമ്മളത് ചെയ്യുന്നുണ്ടാവുക. പിന്നെ സീൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിന്റ് ഇല്ലാത്ത ബാഗുകൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ സീല് വേണം. പിന്നെ അതേപോലെ തന്നെ കൊറിയറിൽ നിന്ന് നിങ്ങൾക്ക് ആലപ്പി പാഴ്സൽ സർവീസ് നിങ്ങൾക്ക് മെറ്റീരിയൽ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ സീല് വേണം. നിങ്ങളുടെ യൂണിറ്റിന്റെ പേരിലായിരിക്കും നമ്മൾ അയക്കുക. അതാണ് സീല് നമ്മൾ ചെയ്യാനായിട്ട് പറയുന്നത്. സീൽ എന്ന് വെച്ചാൽ വലിയ സീലൊന്നും വേണ്ട. അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി. ഓഫീസ് സീൽ പോലത്തെ വലിയതൊന്നും വേണ്ട, ചെറിയ രീതിയിൽ ചെയ്യാനുള്ളത്. അത് ഇവിടുന്ന് പ്രസ് എന്നാണ് ചെയ്യിക്കേണ്ടത്. പ്രസ് ചെയ്ത് ഇപ്പോ പ്രസ്സിൽ തന്നെ ആയിരിക്കില്ല ഇവിടെ. അല്ലാതെ 1 മണിക്കൂർ കൊണ്ട് സീൽ ചെയ്ത് കൊടുക്കുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഉണ്ടാവില്ലേ? അത് ഏത് തരം ഷോപ്പ് എവിടെയാണ് പോകേണ്ടത് ഈ സീൽ ചെയ്യിക്കാൻ? പ്രസ് അല്ലാണ്ട് വേറെ? മേഡം അത് തൊട്ടടുത്തുള്ള ഇപ്പൊ നമ്മളുടെ എറണാകുളം ടൗണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബുക്ക് സ്റ്റോൾ പോലെ സ്ഥലങ്ങളിലൊക്കെ അവർ ചെയ്യിക്കുന്നുണ്ട്. ബുക്ക് സ്റ്റോളില് അവിടെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അവിടെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. നമ്മളുടെ അവിടുത്തെ ഉണ്ട്. കൂടുതലും പ്രസ്സിൽ പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്തോ നമുക്ക് ക്ലിയർ ആയില്ല മേഡം? ഹലോ വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സർ ചോദിച്ചോ.
ഞാനൊരു ടൗണിൽ പോയ സമയത്ത് ഈ പേപ്പറിനെ കുറിച്ച് അന്വേഷിച്ചായിരുന്നു. അപ്പം നമ്മുടെ ഇവിടെ ഈ പേപ്പറുകൾക്ക് 20 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ അത് കട്ട് ചെയ്ത് തരണമെങ്കിൽ അത്രയും പൈസ. ഒരു പേപ്പർ നല്ല വലിപ്പമുള്ള പേപ്പറാണ്. എനിക്ക് തോന്നിയത് വെർജിക്കൽ പേപ്പർ പോലെ അതിൽ ലൈൻസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു. അപ്പം അത് കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ അവിടെ വൈറ്റ് പേപ്പർ, നേരത്തെ സാറ് പറഞ്ഞില്ലേ വൈറ്റ് പേപ്പർ, നമ്മൾ ജ്വല്ലറി ബാഗ് ഉണ്ടാക്കുന്നേ, അത് ആ പേപ്പറിന് തന്നെ ഇവിടെ 20 രൂപയാണ്. ഞാൻ ഒന്ന് മേടിച്ച് ഞാനത് രണ്ടെണ്ണം ചെയ്തു കൊടുത്തു. എന്റെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്ന് പറയും. പാലക്കാട് മണ്ണാർക്കാട്. അല്ല, 20 രൂപയ്ക്കാണ് അവിടുന്ന് പേപ്പർ കിട്ടുന്നതെങ്കിൽ മാഡം ഏറ്റവും ലാഭകരമായിട്ട് കിട്ടുന്നതാണ്. എനിക്കറിയില്ല, അവരുടെ കൃത്യമായിട്ട് ചോദിക്കണം. GSM എത്രയാണെന്ന് ചോദിക്കണം, BF എത്രയാണെന്ന് ചോദിക്കണം ഷോപ്പിന്റെ ഉടമയായിട്ട്. പക്ഷെ സർ അത് ഹോൾസെയിൽ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഒരു പേപ്പറിനല്ലേ നമ്മൾ 20 രൂപ കൊടുക്കുന്നത്? അപ്പൊ അത് നഷ്ടമല്ലേ? ഒരു പേപ്പറിന് 20 എന്നാണ് ഞാൻ വിചാരിച്ചു, കിലോ റേറ്റ് ആണെന്ന് വിചാരിച്ചു. അല്ല സർ, ഒരു പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മൾ അവിടുന്ന് സാറ് എനിക്ക് അയച്ചു തന്ന പേപ്പർ വെച്ച് നോക്കുമ്പോ അതിനെക്കാട്ടിലും ഒരിത്തിരി നീളവും വീതിയും ഉണ്ട് ആ പേപ്പർ. അത്രേ ഉള്ളൂ. പക്ഷെ അത് കട്ട് ചെയ്ത് വരുമ്പോ നമുക്ക് അതിന്ന് ഒരു ബാഗേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ പ്രിന്റിങ്ങും വരുന്നില്ലേ, അപ്പൊ നമുക്ക് നഷ്ടമല്ലേ? ശരിക്കും പേപ്പറിന്റെ റേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റൈൽ ബാഗ് ഉണ്ടാക്കുന്ന പേപ്പറിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ റീസൈക്കിൾഡ് മെറ്റീരിയൽ വെച്ച് നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ 3 രൂപ വരെ ഉള്ളൂ ഒരു പേപ്പർ. പക്ഷെ അവര് വേറെ ആ കടയിൽ തന്നെ അവര് ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് പക്ഷെ ചെറിയ ബാഗാണ്. നമ്മുടെ ചെയ്യുന്ന പോലെയുള്ള മെത്തേഡ് അല്ല അവര് യൂസ് ചെയ്യുന്നത്. ഞാനത് പോയിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് വന്നു. ചെറിയ ബാഗ് എന്ന് വെച്ചാൽ ഏറ്റവും ചെറുത്. അപ്പൊ അതിന്റെ അളവും കാര്യങ്ങളും എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞാനത് അവര് ഉണ്ടാക്കി വെച്ചതൊക്കെ പോയിട്ട് അന്വേഷിച്ചു, കണ്ടു, നോക്കിയിട്ട് വന്നു. അപ്പൊ എനിക്ക് അതിനെ കുറിച്ചൊരു ഐഡിയ സത്യത്തിൽ കിട്ടിയില്ല. ഞാൻ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് പോന്നു. അത് റേറ്റ് ഭയങ്കര കൂടുതലാണ്. 20 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 20 രൂപയ്ക്ക് ശരിക്കും ഇവിടെ 10 പേപ്പർ കിട്ടും നിങ്ങൾക്ക്. നമ്മള് ഇവിടെ ഞാൻ കിറ്റ് കൊണ്ടുവന്നതനുസരിച്ച് നോക്കുമ്പോ എനിക്കിത് ഭയങ്കര നഷ്ടമാണ്. പക്ഷെ ആ പേപ്പർ ഈ പേപ്പറും നല്ല മാറ്റമുണ്ട്. അതുണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പേപ്പറിന്റെ GSM പഠിക്കാനുള്ള പേപ്പറുകൾ നമ്മൾ നോക്കണ്ട. പ്രിന്റഡ് ബാഗിന്റെ പേപ്പർ നിങ്ങൾ നോക്കിയാൽ പഠിക്കാന്ന് പറഞ്ഞാൽ നോൺ പ്രിന്റഡ് നോക്കണ്ട. അത് നോക്കിയിട്ട് കാര്യമില്ല. കാരണം GSM കുറവായിരിക്കും. പക്ഷെ പ്രിന്റഡ് ബാഗിന്റെ പേപ്പർ എന്ന് വെച്ചാൽ കസ്റ്റമർക്ക് നമുക്ക് കൊടുത്തിട്ടുള്ള ടോക്ക് ഓഫ് ദ ടൗൺ എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്ക്. കാനഡയ്ക്ക് പോയിട്ടുള്ള പേപ്പർ, അത് കാനഡയ്ക്ക് ചെയ്തിട്ടുള്ളതാ ടോക്ക് ഓഫ് ദ ടൗൺ. ഞാൻ അവരോട് ചോദിച്ചു, ഈ പേപ്പറിന്റെ പേര് നിങ്ങൾക്ക് അറിയോ എന്ന് അവിടെയുള്ള ചേച്ചിമാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾക്കത് അറിയില്ല, ഇതിങ്ങനെ ഇവിടെ വരുന്നതാണ്, അവരെവിടെ പോയി കൊണ്ടുവരുന്നതാണ്. അപ്പൊ അവർക്ക് അതിനെ കുറിച്ചൊന്നും കറക്റ്റ് ആയിട്ട് അറിയില്ല പറഞ്ഞുതരാന്. അല്ല, മെറ്റീരിയൽസിന്റെ പേടിക്കേണ്ടതില്ല. കാരണം മെറ്റീരിയൽസിന്റെ ഓരോ ഷോപ്പിന്റെ നമ്പർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ഷെയർ ചെയ്ത് തരാം. അതനുസരിച്ച് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റും. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യും ഗ്രൂപ്പിലോട്ട് കേട്ടോ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുക. അതാണ് ആദ്യം വേണ്ടത്. ഇത് എത്ര രൂപയ്ക്കാണ് പറ്റുന്നുണ്ടെങ്കിൽ എത്ര രൂപയ്ക്കാണ് ബാഗുകൾ വിൽക്കുന്നത് അല്ലെങ്കിൽ ആ കടക്കാർ എടുക്കുന്നതിനും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരും, എന്താണ് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് കേട്ടോ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സാറേ, എനിക്ക് ഈ മീറ്റിംഗിൽ ആദ്യത്തില് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. കാരണം കുറെ ഞാൻ നേരെ നോക്കിയിട്ട് എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എനിക്ക് ആദ്യത്തെ ഞാനൊന്നും എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. ഇതിന്റെ റെക്കോർഡിൽ ഞാൻ ഷെയർ ചെയ്യാം. റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, കോമൺ ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ചു പോയതേ ഉള്ളൂ, ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും നമ്മുടെ വീഡിയോസിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ സാർ, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ സാറിന് അത് ഫോട്ടോ വിട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു കടയിൽ, ഒരു തുണിക്കടയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവിടുത്തെ ബാഗിന്റെ കാര്യം ചോദിച്ചു. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ചേച്ചിക്ക് ഇത് നിങ്ങൾക്ക് എവിടുന്നാ കിട്ടുന്നതെന്ന് ചോദിച്ചപ്പോ ഇറക്കി തരുന്നാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എത്ര രൂപയ്ക്കാണ് മേടിക്കുന്നതെന്ന് ചോദിച്ചപ്പോ 7 രൂപയ്ക്കാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു ചെയ്യുന്നുണ്ടോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാൻ തുടങ്ങിയില്ല, ചെയ്യാൻ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ ചേച്ചി പറഞ്ഞു അവർക്ക് ഇപ്പൊ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണേ, ഇത്രയും വിലക്കൊന്നും ബാഗുകൾ എടുക്കുകയില്ല.
അപ്പൊ അതിനും കുറച്ച് വിലയിൽ നിങ്ങൾ തരുവാണെങ്കിൽ ഞാൻ ഓർഡർ തരാന്നാ പറഞ്ഞത്. ഉവ്വ. അതായത് നമുക്ക് അങ്ങനെ ചെയ്യുന്നോണ്ട് വല്ല ഗുണം ഉണ്ടാവുമോ? മേഡം, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തില് 75% വരുന്ന ആളുകളും വില പേശുന്ന കസ്റ്റമേഴ്സാണ്. വില പേശുന്ന കസ്റ്റമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 1 രൂപയെങ്കിലും എങ്ങനെ ലാഭം എടുക്കണം എന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുകളാണ്. അത് ചിലപ്പോ നമ്മള് ഒരു റേറ്റ് പറയും, നമ്മൾ ചിലപ്പോൾ ഒരു റേറ്റിന് ബാഗ് കൊടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ 8 രൂപ മേഡം പറഞ്ഞു വിചാരിച്ചു, അടുത്ത ആളുടെ അടുത്ത് പോയി ചിലപ്പോൾ ഒരു 7 രൂപ പറയും, തൊട്ടപ്പുറത്തെ ഒരാളുടെ അടുത്ത് പോയി ചിലപ്പോൾ 6 രൂപ പറയും. കാരണം അവര് പരസ്പരം കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും, ഓട്ടോമാറ്റിക്കലി ഈ ബാഗുകൾക്ക് ഇത്രയും വിലയുള്ളൂ എന്ന് വിചാരിക്കും. ഇതില് ഞാൻ മേഡത്തിന്റെ അടുത്ത് ചോദിച്ചോട്ടെ, ഇപ്പൊ ടെക്സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റൈലിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ പേപ്പർ കിട്ടാന്ന് വെച്ചാൽ 3 രൂപയാണ്. അടുത്തത് 3 രൂപയ്ക്കാണ് ടെക്സ്റ്റൈലിന് റീസൈക്കിൾഡ് മെറ്റീരിയൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമുക്ക് കിട്ടുക. 3 രൂപ വരും. അതായത് 16, 12, 4 വരുന്ന ബാഗിന്റെ. ഇനി അതിനടുത്ത് നമുക്ക് വരുന്ന ഹാൻഡിൽ വരും. ഹാൻഡില് 1 രൂപ 50 പൈസ ഹാൻഡിൽ വരും. പേപ്പർ ഹാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ. നൈലോൺ ആണെങ്കിൽ 85 പൈസ വരുള്ളൂ. അപ്പൊ നമ്മൾ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് പേപ്പർ ഹാൻഡിലാണ്. അപ്പൊ 3 രൂപ പ്ലസ് 1.5 4 രൂപയായി. പിന്നെ പശ വരും. പശ നമുക്ക് ഒരു 50 പൈസ കൂട്ടാം. അപ്പൊ 5 രൂപയായി. 2 രൂപ പ്രിന്റിങ്ങിന് പോകും, 7 രൂപയായോ. 2 രൂപ കൂലി എടുക്കണം, 9 രൂപയായി. നിങ്ങൾക്ക് ലാഭമൊന്നും വേണ്ടേ? ഇതാണ് ഇതിലെ പ്രശ്നം. അപ്പൊ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ പോയി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ തൃശ്ശൂർ മാർക്കറ്റാണ്. അത് ഞാൻ നേരത്തെ ചോദിച്ചത്, തൃശ്ശൂർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവുമായിരുന്നു. കാരണം തൃശ്ശൂർ മാർക്കറ്റ് 5 രൂപയൊക്കെ മെറ്റീരിയൽ കിട്ടും എന്ന് പറയും. മെറ്റീരിയലിന് പോലും കോസ്റ്റ് വരുന്നുണ്ട് റോ മെറ്റീരിയൽ എടുക്കാനായിട്ട്. ആ സ്ഥലത്ത് നമുക്ക് എങ്ങനെ 5 രൂപയ്ക്ക് 6 രൂപയ്ക്ക് ബാഗ് കൊടുക്കാൻ പറ്റുക? നടക്കില്ല. അതൊക്കെ സ്പോട്ടിൽ തന്നെ പറഞ്ഞേക്കാം, പറ്റില്ല എന്ന് തന്നെ. ലാഭം എടുക്കാതെ ഒരു പരിപാടി നിങ്ങൾ ചെയ്തേക്കരുത്. കാരണം വർക്ക് കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. വർക്ക് എടുത്ത് നഷ്ടം വരുന്നതിനേക്കാൾ നല്ലത് വർക്ക് ഇല്ലാതെ നഷ്ടം ഇല്ലാതിരിക്കുന്നതല്ലേ. വരും, നമുക്കുള്ള കസ്റ്റമേഴ്സ് നമ്മുടെ കൈകളിലോട്ട് വരും. നമുക്ക് ലാഭം ഉണ്ടെന്ന് തോന്നുന്നത് മാത്രമേ എടുക്കാവൂ. ഒരുപാട് ഒരു 1000 കസ്റ്റമേഴ്സ് നമ്മുടെ കയ്യിൽ വന്നു എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ലാഭം നമുക്ക് തരുന്ന ഒരാളാണെങ്കിൽ 999 തള്ളിക്കളഞ്ഞേക്കാം. ഒരാളെടുത്താൽ മതി, അല്ലാതെ എടുക്കരുത്. കാരണം ഇവിടെ അത് ആരും പറഞ്ഞു തരാൻ ഇല്ല നിങ്ങൾക്ക്. നമ്മള് എല്ലാവരോടും പറഞ്ഞു ലാഭം എടുക്കാതെ ഒരു പരിപാടിക്ക് നിങ്ങൾ നിൽക്കരുത്. കുടുംബശ്രീയിലെ ചേച്ചിമാരൊക്കെ ചെയ്യുന്ന പരിപാടി എങ്ങനെയെങ്കിലും വർക്ക് കിട്ടട്ടെ, ലാഭം എടുക്കാതെ കൂലി മാത്രം എടുത്തുകൊണ്ട് ഒരു വർക്ക് ചെയ്യും, ബാഗ് കൊണ്ടുപോയി കൊടുക്കും. കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ലാഭമാണ്. ഇപ്പൊ മേഡം പറഞ്ഞ ഒരു കസ്റ്റമർ ചിലപ്പോ അത്തരത്തിൽ ബാഗ് എടുത്ത ആളായിരിക്കും. പിന്നെ വരുന്ന സെക്ഷൻ എന്ന് വെച്ചാൽ ഒരു 20% വരുന്ന ആളുകളുണ്ട്. അവർ അത്യാവശ്യം ക്വാളിറ്റി അത്യാവശ്യം വിലയും നോക്കുന്ന ആളുകളാണ്. അവരാണ് നമ്മുടെ കസ്റ്റമേഴ്സ്. സമൂഹത്തിൽ 20% മാത്രമേ ഉള്ളൂ. 100 പേരുണ്ടെങ്കിൽ ഒരു 20 പേരെ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള ആളുകളെ കിട്ടുള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ലാഭം വരുന്നത് നമ്മുടെ പ്രീമിയം കസ്റ്റമേഴ്സ് ആണ്. അവരിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇത്തിരി പണിയാണ്. കാരണം നിങ്ങൾ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ വന്നിട്ട് കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നതിനുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആവണം. അപ്പോൾ മാത്രമേ നമുക്ക് അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അവരെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബാഗ് നിങ്ങൾക്ക് 6 രൂപ 7 രൂപ 8 രൂപയ്ക്ക് ലാഭം ഉണ്ടാവും. അത് വളരെ ഒരു 5% ആളുകളേ ഉള്ളവര്. സ്ഥിരമായിട്ട് അവർ ഒരിക്കൽ ഒരാളിൽ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അവർ അവരിൽ നിന്ന് ബാഗുകൾ എടുക്കുകയുള്ളൂ. ഇപ്പൊ ടോക്ക് ഓഫ് ദ ടൗൺ നമ്മൾ റെഗുലർ ആയിട്ട് കൊടുത്തോണ്ട് വരുന്നതാ കാനഡയ്ക്ക്. അത്തരത്തിലുള്ള വർക്ക് ഓർഡറുകൾ നിങ്ങൾക്ക് വരും. ഓക്കെ, അപ്പൊ അതൊക്കെ വഴിയെ നമുക്ക് പഠിക്കാം, ഒരു ടെൻഷനും വേണ്ട. ആദ്യം കേൾക്കേണ്ടത് നോയാണ്. ആ നോ നിങ്ങൾ എന്തായാലും കേൾക്കണം കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന്, എങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ആദ്യം തന്നെ വർക്ക് ഓർഡറുകൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും നിങ്ങൾ അപ്പൊ തന്നെ പരാജയപ്പെട്ടു. ആദ്യം നമുക്ക് വേണ്ടത് റിജക്ഷൻ ആണ്, നോ കിട്ടണം. 10 പേര് നിങ്ങൾ കസ്റ്റമർക്ക് റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 10 പേര് നിങ്ങളുടെ വർക്ക് എടുക്കരുത്, തള്ളിക്കളയണം. അപ്പൊ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? ഹലോ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. എന്നിട്ട് അടുത്ത ആഴ്ച നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഇതേ ടൈം. എന്ത് പറയുന്നു?
ആഴ്ചയിൽ ഒരു പ്രാവശ്യമേ ഉള്ളൂ സർ ക്ലാസ്? ലൈവ് ക്ലാസ് ആഴ്ചയിൽ ഒരു പ്രാവശ്യമായിരിക്കും. ഓക്കെ 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 പക്ഷെ ഓക്കെ. നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങള് കാരണം ഒരാഴ്ചത്തേക്കുള്ള വർക്ക് നമ്മൾ തരും നിങ്ങൾക്ക്. അതിന്റെ നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും പിന്നെ അതിനുശേഷം നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എല്ലാം നമ്മൾ വാട്സപ്പിൽ അതാത് ദിവസങ്ങളിൽ തന്നെ നമുക്ക് ചോദിക്കാം, ഗ്രൂപ്പിൽ തന്നെ ചോദിക്കാം. ഒരാളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അടുത്ത ആൾക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ ചെയ്തു വരുന്നത്. അത് നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ പറ്റുമോ? ഗ്രൂപ്പിൽ മാത്രമേ നിങ്ങൾ ഷെയർ ചെയ്യാവൂ. പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല. ഓക്കെ ഗ്രൂപ്പിൽ സർ. തന്നെ നിങ്ങൾ ചെയ്യണം. ഗ്രൂപ്പിലെ എല്ലാ സംസാരങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഓരോ ദിവസത്തെ നിങ്ങളുടെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യും. ഇപ്പൊ അവരെ കൊണ്ടൊക്കെ ചെയ്യിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു 5-6 കോളുകൾ വിളിക്കാനുണ്ടാവും കസ്റ്റമേഴ്സിനെ. അവർ വിളിച്ചതിന്റെ അന്നത്തെ വൈകുന്നേരം തന്നെ അവർ അതിന്റെ റിപ്പോർട്ട് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യും. എന്താണ് കസ്റ്റമറിന് അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻ നമ്മൾ കൊടുക്കും. പിന്നത്തേക്ക് വെക്കില്ല. ഓക്കെ. ഇതാണ് ചെയ്തു വരുന്നത്. അപ്പൊ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. 10:15 ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാണ്. എനിക്ക് പ്രശ്നമൊന്നുമില്ല. വേറൊന്നുമില്ല. സർ നേരത്തെ BFന്റെ കാര്യം പറഞ്ഞില്ലേ? ഉവ്വ. അതൊന്ന് നേരത്തെ ക്ലിയർ ആയില്ല. റേഞ്ചിന്റെ പ്രശ്നം. നോട്ട്സ് ഉറപ്പായിട്ട് അയച്ചു തരാം. എന്തായാലും വരും. ഓ- കാരണം ഓക്കെ. BF എന്ന് വെച്ചാൽ ഇത്രയും ഓർത്താൽ മതി മാഡം. അതിന്റെ സ്ട്രെങ്ത്, അതിന്റെ ശക്തി എന്നുള്ള രീതിയിൽ തന്നെ ഓർത്താൽ മതി. വേറെ ഒന്നുമില്ല അതില്. ഓക്കെ സർ. ഓക്കെ. അപ്പൊ BF കുറഞ്ഞ പേപ്പർ ആണെങ്കിൽ പെട്ടെന്ന് കീറിപ്പോവും. BF കൂടിയ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ കീറാൻ പ്രയാസമായിരിക്കും. ഇത്രയും മനസ്സിലാക്കിയിരുന്നത്. നമ്മള് ക്വാളിറ്റി ഉള്ള പേപ്പറിലല്ലേ കാര്യമായിട്ട് ചെയ്തു കൊടുക്കുള്ളൂ. അതെ. അത് നമ്മള് ഇപ്പൊ നിങ്ങൾക്ക് പേപ്പർ മനസ്സിലാക്കാനാണെന്നുണ്ടെങ്കിൽ ആ ഗോൾഡൻ യെല്ലോ കളറുള്ള പേപ്പർ എടുത്ത് നിങ്ങളൊന്ന് കീറി നോക്കി. പെട്ടെന്ന് കീറിപ്പോവും. BF കുറവാണ്, GSM കുറവാണത്. നേരെ മറിച്ച് ടോക്ക് ഓഫ് ദ ടൗൺ അല്ലെങ്കിൽ ദക്ഷിന്റെ പേപ്പർ എടുത്ത് നിങ്ങളൊന്ന് കീറാൻ ശ്രമിച്ചു നോക്കി. കുറച്ച് പ്രയാസം ഉണ്ടാവും. പ്രയാസം വെച്ചാൽ അങ്ങനെ പ്രയാസം എന്നല്ല ഞാൻ പറയണേ. വെർജിൻ ഗ്രാഫിൽ കുറച്ചുകൂടി പ്രയാസം ഉണ്ടാവും. സർ ആ പേപ്പറിന് അപ്പൊ റേറ്റും കൂടുതലുണ്ടാവുമോ? റേറ്റ് കൂടുതലായിരിക്കും. അത് റേറ്റ് കാൽക്കുലേഷന്റെ വീഡിയോസ് ഇനിയിപ്പോ നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. മാർക്കറ്റിംഗ് പരിശീലനത്തിന്റെ വീഡിയോസിന്റെ ഇത് റെക്കോർഡിങ്സ് ഓൾറെഡി ഞാൻ ഇന്ന് തന്നെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. അത് കണ്ടു തുടങ്ങാം. അതിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച തുടങ്ങി അടുത്ത തിങ്കളാഴ്ച തുടങ്ങി ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് നിങ്ങൾ ഇറങ്ങും. ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കസ്റ്റമേഴ്സിനോട് മിണ്ടിയും പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് നിങ്ങൾ ഉപകരിക്കും. അതിൽ ഓരോ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടി വരും കേട്ടോ. വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന BF എത്രയായിരിക്കും? നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് 30 BF ആണ്. ഇനിയിപ്പോ വേറെ GSM നമ്മൾ 100ന് മുകളിലുള്ളതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷെ ഇതില് രസകരമായ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടഡ് പേപ്പർ ആണ് നമുക്ക് വരുന്നതെങ്കിൽ 60 GSM ഒക്കെ കാണത്തുള്ളൂ. പക്ഷെ 80 BF ഉണ്ടാവും. അപ്പം BF കൂടുതലുള്ള നോക്കിയാൽ മതി അതിന്റെ ക്വാളിറ്റി നോക്കണമെങ്കിൽ അല്ലേ? അതെ മാഡം. ക്വാളിറ്റി എന്ന് വെച്ചാൽ സ്ട്രെങ്ത് ആണ്. GSM നോക്കണം. GSM എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ്. അതും ശ്രദ്ധിക്കണം. ഇപ്പൊ GSM കുറവാണെങ്കിൽ BF കൂടിയതാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. നേരെ തിരിച്ചെടുക്കരുത് ഒരിക്കലും. GSM കൂടുതലും BF കുറവും വെച്ച് ഒരിക്കലും എടുക്കരുത്. BFന്റെ മിനിമം മാനദണ്ഡം 30 ആണ്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ പാലിക്കണം. കാരണം ക്വാളിറ്റി ഒരു കോംപ്രമൈസ് നമുക്ക് പാടില്ല. ഇത്രേ ഉള്ളൂ. ബാക്കി എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾ ആയിക്കോളും. ഓക്കെ സർ. ഓക്കെ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഡൗട്ടുകളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് കറക്റ്റ് ചെയ്തിട്ട് വരിക. അതാത് ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നമുക്കൊന്ന് പാസ് ചെയ്യാം. പ്രത്യേകിച്ച് നിങ്ങളുടെ യൂണിറ്റുകളുടെ പേരുകൾ, അതിന്റെ കാര്യങ്ങൾ ചെയ്യാം. പേപ്പറിനെ ബാഗിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്യാം. ഈ സീലൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യണോ സർ? സീല് പെട്ടെന്ന് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ നമുക്കൊരു ആയുധം എപ്പോഴും നല്ലതാ. എപ്പോഴാണ് അത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അതിനൊക്കെ എങ്ങനെയാ ചെലവൊക്കെ വരുന്നത്?
സീല് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു 350 രൂപ സീലിന്റെ ചെലവ് വരും. അത്രേ നിങ്ങൾക്ക് ചെലവുള്ളൂ, വേറൊരു ചെലവ് നിങ്ങൾക്ക് അതിലില്ല. കാരണം അതാ ഞാൻ പറഞ്ഞത്, ബിൽ ബുക്ക് അടിക്കണ്ട, ഡിജിറ്റൽ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറയുന്നത്. സീലില് ഇതിന്റെ പേരും സ്ഥലത്തിന്റെ പേരും അങ്ങനെയാണോ? സ്ഥലത്തിന്റെ പേരും കോണ്ടാക്ട് നമ്പറും. കോണ്ടാക്ട് നമ്പർ. അതെ അതെ, സീല് നിങ്ങൾക്ക് എന്തായാലും വേണ്ടി വരും. കാരണം വെച്ചാൽ മെറ്റീരിയൽ ആലപ്പി പാഴ്സൽ സർവീസ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. സീൽ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ 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 ഓക്കെ, ഓക്കെ. വേറെന്തെങ്കിലും? വേറെ ഇനിയിപ്പം സാറ് ക്ലാസ് അയക്കുമല്ലോ, വീഡിയോ അയക്കുമല്ലോ. അപ്പൊ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവും. മാർക്കറ്റിംഗ് പരിശീലനം നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാവും. അതിന്റെ ലിങ്ക് എന്തായാലും ഇട്ടേക്കാം, അതൊക്കെ നോക്കിയിട്ട് പഠിക്കാവുന്നതാണ്. പഠിക്കാന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കസ്റ്റമറോട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ, ഫിഷിംഗ് ടെക്നിക് ഉൾപ്പെടെ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതില്. ആകെ 2-3 പേര് മാത്രമേ ഇതില് സംസാരിക്കുന്നുള്ളൂ. അടുത്ത ആഴ്ച തുടങ്ങി ഇവരെല്ലാവരും സംസാരിക്കേണ്ടി വരും കേട്ടോ. അന്നേരം നിങ്ങൾ സംസാരിച്ചാലേ നിങ്ങളുടെ ബിസിനസ് നീങ്ങുള്ളൂ. എനിക്ക് വേണ്ടി ആരും സംസാരിക്കരുത്, ഇത് നിങ്ങളുടെ ബിസിനസ് ആണ്. നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ് നീങ്ങുള്ളൂ. അപ്പൊ ചോദിക്കാതെ പിന്നിലോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ പ്രശ്നം നിങ്ങൾക്ക് തന്നെയാണ്. ഗ്രൂപ്പിലുള്ള ഓരോരുത്തരും വരുമാനത്തിലേക്ക് വരുമ്പോൾ വരുമാനം നേടാതിരിക്കുന്ന ആളുകൾക്ക് അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് സംഭവിക്കുക. അപ്പം ഇടിച്ചു കയറി ചോദിച്ചു പഠി. ഇവിടെ ആരും ഒന്നുമില്ല, നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. പഠിക്കുന്നത് ചോദിച്ചാൽ തെറ്റുമെന്നോ അതൊന്നും ആവശ്യമില്ല. തെറ്റി തന്നെ പഠിക്കുള്ളൂ. എന്ത് മണ്ടത്തിലാണെങ്കിൽ കുഴപ്പമില്ല, ചോദിച്ചു. ആരും ഇവിടെ കളിയാക്കാൻ പോണില്ല, ആർക്കും ഒന്നും അറിയാത്ത ആൾക്കാരാണ്. ഞാൻ ഉൾപ്പെടെ അങ്ങനെയായിരുന്നു തുടങ്ങുന്ന സമയത്ത്. എനിക്ക് ഇതിന്റെ ABCD അറിയാൻ പാടില്ലായിരുന്നു. ഇപ്പൊ ഓരോന്ന് പഠിച്ച് ഇപ്പൊ ശീലമായി. ഒരു ദിവസം 2-3 ക്ലാസ്സുകൾ വന്നപ്പോ ശീലമായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഈ 16x12x4 എന്നുള്ളതാണ് കോമൺ ആയിട്ട് വരുന്ന ബാഗിന്റെ സൈസ്. മേഡം, അത് കോമൺ ആയിട്ടുള്ള സൈസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കിട്ടിയില്ലേ റെക്കോർഡ് ക്ലാസ്സിന്റെ? അതെല്ലാം കോമൺ ആയിട്ട് വരുന്ന സൈസിലുള്ള ബാഗുകളാണ്. കോമൺ അപ്പൊ സൈസ്. നമുക്ക് ഈ വർക്ക് ഓർഡർ തരുമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ വർക്ക് ഓർഡർ തരുന്നതെല്ലാം ഏകദേശം ആ ഒരു ടൈപ്പിലുള്ളതായിരിക്കുമോ? മേഡം, അത് പറയാൻ പറ്റില്ല. അത് കസ്റ്റമറിന്റെ റിക്വയർമെന്റിനെ ബേസ് ചെയ്തിരിക്കും. ഇപ്പൊ ടെക്സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാം, സാർ ഇന്ന ബാഗുകളാണ് സൈസ് കോമൺ ആയിട്ട് ടെക്സ്റ്റൈൽസിന് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അവര് പറയാണ് എനിക്ക് സാധാരണഗതിയിൽ 4 ഇഞ്ച് ഗസറ്റ് വരും, അവര് പറയണ എനിക്ക് 5 ഇഞ്ച് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ 5 ഇഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ആ ബാഗിന്റെ റേറ്റിലും വ്യത്യാസം വരില്ലേ സാറേ? വരും. പേപ്പറിന്റെ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ 25 പൈസ 50 പൈസ എന്തെങ്കിലും കൂടുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ ഈ 3 രൂപ എന്നൊക്കെ പറയുന്ന ഒരു 3 രൂപ 50 പൈസയ്ക്ക് പേപ്പർ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. മാഡം, റേറ്റ് കാൽക്കുലേഷൻ കമ്പൽസറി ആണ് ഇതില്. റേറ്റ് കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇത് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഈ 3 രൂപ എന്ന് പറഞ്ഞത്. അത് കൂടെയും കുറയൊക്കെ ചെയ്യും. അപ്പൊ നമുക്ക് ഷോപ്പുകളിൽ നിന്ന് ഇതിന്റെ കിലോ റേറ്റ് എടുക്കണം. കിലോ റേറ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പേപ്പറിന്റെ എക്സാക്ട് വില നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അത് ഓൾറെഡി ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടിട്ടുണ്ട് വീഡിയോ ആയിട്ട്. എങ്ങനെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, എങ്ങനെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാം. ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം എന്റെ ഡീറ്റെയിൽസ്, മാർക്കറ്റിംഗ് പരിശീലനത്തിന്റെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഒരു ടെൻഷനും വേണ്ട നിങ്ങൾ ഈ സംഭവം ചെയ്യാനായിട്ട്. കാരണം തുടക്കത്തിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ ഈ നിമിഷം തുടങ്ങി നിങ്ങൾക്ക് ഇനി മുന്നിൽ തടസ്സങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ കുറച്ച് നിങ്ങൾ വിചാരിക്കുന്നത് ഒരിക്കലും നടക്കാൻ പോണില്ല എന്ന് വേണമെങ്കിൽ വരെ ചിന്തിക്കും. പക്ഷെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്, അത്തരത്തിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഓഫ് സീസൺ ആണ്, അതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എല്ലാത്തിനും ഓഫ് സീസൺ ഉണ്ട്. ഓഫ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ നമ്മുടെ പേപ്പർ ബാഗിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ്, വിഷു, ഓണമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ബിസിനസ് നടക്കുന്ന സമയം. അപ്പൊ ഇതിനൊരു ഓണത്തിന് ഒരു 2 മാസം മുന്നേ ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ഓർഡറുകൾ വരിക. പിന്നെ അതിനുശേഷം ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മാസം ചിലപ്പോൾ ഒരു ബിസിനസ്സും ചിലപ്പോൾ നടന്നിരിക്കില്ല. ഇപ്പൊ ജനുവരി ഓൾമോസ്റ്റ് അങ്ങനത്തെ ഒരു സ്റ്റേജ് ആണ്. കാരണം ക്രിസ്മസ് കഴിഞ്ഞു, ന്യൂ ഇയർ കഴിഞ്ഞു. പക്ഷെ എന്നിരുന്നാലും വർക്ക് ഓർഡറുകൾക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾ കസ്റ്റമേഴ്സിനെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഈ 4 കസ്റ്റമേഴ്സിനെയാണ് തരുന്നതെന്ന് പറഞ്ഞിരുന്നില്ലേ?
ഇവിടെ 4 കസ്റ്റമേഴ്സ് എന്നുള്ളത് നമ്മൾ ഇപ്പൊ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിംഗ് പ്രാക്ടിക്കൽ പരിശീലനത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഈ മാർക്കറ്റിംഗ് പ്രാക്ടിക്കൽ പരിശീലനത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് മാർക്കറ്റിംഗും പ്രാക്ടിക്കൽ പരിശീലനവും കൂടി ക്ലബ് ചെയ്തിട്ടാണ് നമ്മളിത് കൊണ്ടുപോകുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സഹായമില്ലാതെ കസ്റ്റമേഴ്സിനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് കുറച്ച് ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സ് ആണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെ പഠിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കസ്റ്റമറിനെ വിളിക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. ആദ്യം നിങ്ങൾ ശരി ക്ലിയർ ചെയ്യാൻ പോകുന്നത് കസ്റ്റമറിനെ വിളിക്കാനുള്ള പേടിയാണ് ആദ്യം മാറാൻ പോകുന്നത്. അത് മാറി കഴിയുമ്പോൾ അടുത്ത പ്രശ്നം നിങ്ങളുടെ മുന്നിൽ വരും. ആദ്യത്തെ പ്രശ്നം നിങ്ങൾക്ക് കസ്റ്റമറെ വിളിക്കാൻ പേടിയാ. അത് മേഡം ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല, അതുണ്ട് ഉള്ളില്. രണ്ടാമത്തെ പ്രശ്നം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് നടക്കാതിരിക്കും. കസ്റ്റമർ വിളിച്ച് റേറ്റ് ഒക്കെ കൊടുക്കും. റേറ്റ് കൊടുത്തിട്ട് കസ്റ്റമർ വിളിക്കാന്ന് പറയും, പിന്നെ ആ വഴി അങ്ങോട്ട് പോകും, പിന്നെ വിളി ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ടെക്നിക്ക് ഉണ്ട്, അതാണ് ഫിഷിംഗ് ടെക്നിക്ക്. അവിടെയാണ് നമ്മൾ ഉപയോഗിക്കുക. മൂന്നാമത്തെ സെക്ഷൻ വരുന്ന സജഷൻ ടെക്നിക്കാണ്. അത് കഴിഞ്ഞ് വരുന്ന ഫോളോ അപ്പ് ടെക്നിക്ക്. ഈ 4 സെഗ്മെന്റ് കൂടി കണക്ട് ചെയ്ത് വരുന്ന സ്റ്റേജിൽ മാത്രമേ ഒരു കസ്റ്റമറുടെ കയ്യിൽ നമുക്ക് അഡ്വാൻസ് കിട്ടുള്ളൂ. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ സ്വയം നിങ്ങളൊരു കസ്റ്റമർ ആയിട്ടൊന്ന് ചിന്തിച്ചു നോക്കും. ഒരു പ്രൊഡക്റ്റോ സർവീസോ നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വണ്ടി 2 വീലർ നിങ്ങളുടെ വീട്ടിൽ മേടിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ഷോറൂമിൽ നമ്മൾ കയറിയിട്ടുണ്ടോ? എത്ര പേർക്ക് നമ്മൾ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? സെയിം തന്നെയാണ് നമുക്ക് നടക്കുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മള് വാശി പിടിക്കരുത് ഞാൻ ചെല്ലുമ്പോ തന്നെ എനിക്ക് ബിസിനസ് ആളുകൾ കാശെടുത്ത് കയ്യിൽ തരും എന്നുള്ളത്. കാരണം സമൂഹം അങ്ങനെയാണ്. അപ്പൊ അതിനെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകളാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത്. അത് നിങ്ങളെ ഒറ്റയ്ക്കല്ല വിടുന്നത്, നമ്മൾ കൂടെ നിർത്തിയിട്ടാണ് കാര്യങ്ങൾ ചെയ്തു തരുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ് ഈ ആഴ്ച അഡ്വാൻസ് ആരെങ്കിലും തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലോട്ട് അഡ്വാൻസ് വരാൻ ഒരാഴ്ചയെങ്കിലും ഡിലേ വരും കസ്റ്റമറുടെ കയ്യിൽ നിന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ പല സ്ഥലങ്ങളിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടാവും. ചിലപ്പോ ഇതിനെക്കുറിച്ച് റേറ്റും കാര്യങ്ങളും ചോദിച്ചു വെച്ചിട്ട് നമ്മളുടെ അടുത്ത് വരുന്നുണ്ട്. കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കയ്യിൽ നിന്ന് ബാഗ് എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്കാണ് നിർബന്ധം ആ കസ്റ്റമർ നമ്മളുടെ കയ്യിൽ നിന്ന് ബാഗ് എടുക്കണം എന്നുള്ളത്. മനസ്സിലായോ? അപ്പോ അത് എപ്പോഴും മനസ്സിലുണ്ടാവണം. പിന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വന്നിട്ടുള്ളത് ബിസിനസ്സിലേക്കാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു വിത്ത് മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ വെള്ളവും വളവും നമ്മൾ ഒഴിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അതിന്റെ ആദ്യ സ്റ്റെപ്പാണ് നമ്മളിന്ന് ചെയ്തത്. ഇനി അതിനെ ഒരു വൃക്ഷമാക്കി ഫലം കായ്ക്കുന്ന ഒരു മരമാക്കി മാറ്റാനായിട്ടുള്ള പണിയാണ് നമ്മളിപ്പോ ഇന്ന് തുടങ്ങിയിട്ടുള്ളത്. അത് കൃത്യമായിട്ട് നിങ്ങൾ ഇംപ്രൂവ് ആവണം, അത്ര മാത്രം മതി. ഈ പോകുന്ന ഈ വണ്ടിയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം നിങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതില്ല. അത് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി, നിങ്ങൾ വിജയിക്കും. ഉറപ്പ്. 3 മാസം കൊണ്ട് ഒരു 30,000 രൂപ വരുമാനം നമ്മൾ ഉണ്ടാക്കി തരും നിങ്ങൾക്ക്. അത് ഗ്യാരണ്ടി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഉണ്ടെങ്കിൽ നടക്കുള്ളൂ. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം, അതനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. മടി വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. കാരണം ഇതുവരെ ഇതിനു മുന്നേ നിങ്ങൾ എന്തായിരുന്നു എന്നുള്ളതല്ല, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ എന്താകുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ്സ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഓക്കെ? കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ആധികാരികമായി പറഞ്ഞിട്ടുള്ളൂ. ശരി, ആദ്യമായിട്ട് ഇതെല്ലാം കൂടെ കേൾക്കാൻ നമുക്ക് പെട്ടെന്ന് ഒരു ടെൻഷൻ ആവും. അതാ ഞാൻ പറഞ്ഞത്, ടെൻഷൻ ആക്കാൻ വേണ്ടി പറഞ്ഞാണ്. എന്നാലേ നിങ്ങൾക്ക് അത് ഇത്ര ഉണ്ടായിരുന്നുള്ള നാളെ ചോദിക്കുള്ളൂ എൻ്റെ അടുത്ത്. ഇത്രേ ഉള്ളൂ. ഇവിടെ വളരെ സിമ്പിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രസമാണ്. കുറച്ചുകൂടെ കഴിയട്ടെ. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അത്തരം മലമറിക്കുന്ന ഒരു കാര്യമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരാളോട് പറയുന്ന അയാൾ കാശ് മേടിക്കുന്നു, നമ്മൾ ബാഗ് ചെയ്ത് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. നമ്മുടെ സപ്പോർട്ട് ഉണ്ടല്ലോ, നിങ്ങൾ പേടിക്കണ്ട. ആ സപ്പോർട്ട് എന്താന്നുള്ളത് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ സർ, താങ്ക് യു. അപ്പോ വേറെ എന്തെങ്കിലും ചോദിച്ചോ അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി ഇപ്പൊ നമുക്ക് ഒരു കസ്റ്റമറെ വിളിച്ചു, നമ്മുടെ റേറ്റുമായിട്ട് അവർ അഡ്ജസ്റ്റ് ആവുന്നില്ല. അപ്പം ഞങ്ങൾ സാറിനോട് പറഞ്ഞാൽ സാർ അത് ആ ആളെ നമുക്ക് എടുക്കാനുള്ള സജഷൻ പറഞ്ഞു തരുമോ? മേഡം, അതായത് ഫസ്റ്റ് ഒരു കസ്റ്റമറോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അവരൊരു കാരണവശാലും എടുക്കാൻ പോകുന്നില്ല. ആ ഒരു കസ്റ്റമർക്ക് നമ്മൾ സംസാരിച്ചതുകൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ഒരു സജഷൻ ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല. ആ കസ്റ്റമർക്കുള്ള സൊല്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും.
എന്നാൽ ഒരു 10 പേരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ 10 പേർക്കും 10 രീതിയിലായിരിക്കും ആളുടെ പ്രശ്നങ്ങൾ. മനസ്സിലായോ? അപ്പൊ അതിനാണ് നമ്മൾ ഫിഷിംഗ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. ഫിഷിംഗ് ടെക്നിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂണ്ടെറിയാണ്. ആ ചൂണ്ടെറിഞ്ഞിട്ട് കസ്റ്റമറെ നമ്മളിലേക്ക് കൊളുത്തിടാൻ വേണ്ടിയിട്ടാണ് ആ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലോകത്ത് ഒരു സ്ഥലം, അതായത് കേരളത്തിൽ ജന്മത്തിൽ കിട്ടാത്ത ഒരു റേറ്റ് ആയിരിക്കും നമ്മൾ ആ കസ്റ്റമറെ മുന്നിലേക്ക് വെക്കുക. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. ആ കസ്റ്റമർ ഇതിനു മുന്നേ റേറ്റ് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ ആ ചൂണ്ടിൽ ആ കസ്റ്റമർ കൊടുക്കും. ഇനി അതല്ല, വീണ്ടും ആ കസ്റ്റമർ അന്വേഷിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ പോയി വീണ്ടും ആ കസ്റ്റമർ നമ്മുടെ കൈകളിലോട്ട് വരും. ഇതാണ് ഫിഷിംഗ് ടെക്നിക്ക് എന്നുള്ളത്. മനസ്സിലായോ? അത് പഠിപ്പിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ബാച്ചിൽ 51ാമത്തെ ബാച്ചിലെ ആളുകൾ അത് പഠിക്കുന്നേ ഉള്ളൂ. പഠിച്ച ആളുകൾക്കൊക്കെ ബിസിനസ് ആയിട്ടുണ്ട്. മനസ്സിലായി? അത് ചെയ്തേ പഠിക്കുള്ളൂ. അതൊരു ടെൻഷനും വേണ്ട, ധൈര്യമായിട്ടിരുന്നോ. എന്നാ വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. വേറെ ഒന്നുമില്ല. ഹലോ. ഓക്കെ സാർ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് പഠിച്ച് സെറ്റ് ചെയ്ത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാട്ടോ ഗ്രൂപ്പില്. ബാക്കി അതനുസരിച്ച് ഞാൻ അവിടെ റിപ്ലൈ തരാം കേട്ടോ. പിന്നെ ഇൻ കേസ് ഞാൻ വിളിച്ചിട്ട് ഗ്രൂപ്പിൽ റിപ്ലൈ വന്നില്ലെങ്കിൽ ഡയറക്റ്റ് വിളിച്ചോളേ. ചിലപ്പോ എന്റെ കമ്പനിയുടെ തിരക്കിലായിരിക്കും. അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ തന്നെ റിപ്ലൈ കിട്ടിയില്ല എന്ന് പ്രതീക്ഷിക്കരുത്. വാട്സാപ്പിലും കോൾ ചെയ്തേക്കരുത്, ഡയറക്റ്റ് വിളിച്ചോളണം. എല്ലാവരോടും പറയുന്ന കാര്യം കേട്ടോ, എമർജൻസി കേസിന്റെ. അപ്പൊ ഓക്കെ എന്നാ കേട്ടോ. അടുത്ത ആഴ്ച കാണാം. ബാക്കി ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തു കേട്ടോ. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.